സ്പെഷ്യലായിട്ട് ഇടപെട്ട ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം 107. काफी बार इस भजन से पढ़ के मैंने वचनों दिया है. अनेक वട്ടം ഞാൻ ഈ വേദഭാഗം വായിച്ച് पिछले दिनों में एक स्पेशल गाइडेंस प्रभु मुझे दे रहे. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് സ്പെഷ്യൽ ആയിട്ട് ചില ഗൈഡൻസ് നൽകുവാനിടയായി. क्या लिखा है इस भजन में? ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? यहोवा ने, परमेश्वर ने कैसे छुटकारा दिया, कैसे अपना प्रार्थना सुना. യഹോവയായ ദൈവം എങ്ങനെയാണ് നമ്മെ വിടുവിച്ചത്, എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത്, किस तरह का छुटकारा हमें दिया, ഏത് തരത്തിലാണ് നമുക്ക് വിടുവിക്കുന്നത്, उसके बारे में इस भजन में लिखा है. അതിനെപ്പറ്റി ഈ വേദഭാഗത്തിൽ എഴുതിയിരിക്കുന്നു. और ऐसे बताया है ഇങ്ങനെ എഴുതിയിരിക്കുന്നു, परमेश्वर ने जो किया हुआ कामों के लिए, ദൈവം ചെയ്ത പ്രവൃത്തികൾക്ക് വേണ്ടി, उसका अद्भुत कामों के लिए അവന്റെ അത്ഭുത പ്രവൃത്തികൾക്ക് വേണ്ടി हम उनको स्तुति करना है, आराधना करना है. നാം അവനെ സ്തുതിക്കണം, അവനെ ആരാധിക്കണം. हम आज सुबह प्रभु की उपस्थिति में आया. നാം ഇന്ന് പകൽക്കാലം അവന്റെ സന്നിധിയിൽ വന്നിരിക്കുന്നത് अपना जीवन में पिछले दिनों में प्रभु ने किया हुआ अद्भुत कामों का बारे में आराधना करने, നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത നന്മകളെ ഓർത്ത് സ്തുതിക്കേണ്ടതിന് प्रभु आपको सहायता करे. ദൈവം നിങ്ങളെ सीबी സഹായിക്കുമാറാകട്ടെ. ब्रदर भी पिछले दिनों में गाँव गया था, സിബി ബദറും കഴിഞ്ഞ सुरक्षित प्रभु ദിവസങ്ങളിൽ लेके आया. നാട്ടിൽ പോയിരുന്നു, സേഫായി കർത്താവ് अपना മടക്കി കൊണ്ടുവന്നു. प्रियजन अलग अलग जगह में यात्रा कर रहे, उन सबको हम याद करके प्रार्थना करेगा. നമ്മുടെ പ്രിയപ്പെട്ടവർ പല വഴികളിലും ട്രാവലിംഗ് ചെയ്യുന്നു. ദൈവം അവരെല്ലാരെയും കാത്തു പരിപാലിക്കട്ടെ. वसाई का थॉमस जैन का जीवन में एक छोटा सा एक्सीडेंट हो गया, प्रभु ने सुरक्षित रखा, धन्यवाद दे दीजिए. വസയിലെ തോമസ് അങ്കലിന് ചെറിയൊരു ആക്സിഡന്റ് സംഭവിച്ചു, കർത്താവ് കാത്തു. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. जैसे कि परमेश्वर के वचन में लिखा है, ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് आंखों പോലെ की पुतलियों समान प्रभु हमें सुरक्षित रखने वाला, संभालने वाला കണ്ണിന്റെ കൃഷ്മണി പോലെ നമ്മെ കാത്തു പരിപാലിക്കുന്ന ദൈവം. आज इसलिए प्रभु की उपस्थिति में हम उस जो आशीष का, छुटकारा का बारे में धन्यवाद देने के ആമേൻ, लिए, ഹല്ലേലൂയ. स्तुति करने के लिए हम आ चुका है. അതുകൊണ്ട് ദൈവത്തിന്റെ നന്മകളെ ഓർത്ത് അവനെ സ്തുതിക്കുവാൻ, അവനെ മഹത്വപ്പെടുത്താൻ कोई भी चुप रहना नहीं. അതുകൊണ്ട് ആരും മൗനമായിരിക്കരുത്. जैसे भजन संगीता में लिखा, हमें उसका नाम का तारीफ करना है, ऊंचा करना है. സംഗീതങ്ങളിൽ എഴുതിക്കുന്ന പോലെ യഹോവയുടെ നാമത്തെ വർണ്ണിക്കുക. 107 സങ്കീർത്തനം പല സമയങ്ങളിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഈ ഭജൻ സംഗീത 107 कई बार मैंने इससे बात किया है. പല വിധത്തിലുള്ള വിടുതലുകളെ എണ്ണി എണ്ണി പറഞ്ഞ് ദൈവത്തിന് സ്തുതി കരയേറ്റുന്ന സങ്കീർത്തനം. कई प्रकार की छुटकारों को गिन गिन कर एक एक करके कहकर उसका स्तुति वर्णन करने वाली एक भजन संगीता है ये. പല വിധത്തിലുള്ള വിടുതൽ, कई प्रकार की छुटकारा. ഇതിനകത്ത് രോഗസൗഖ്യമുണ്ട്, इसके अंदर बीमारों की चंगा है. അടഞ്ഞ വാതിലുകൾ തുറന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. बंद द्वार खुलने के बारे में कहा गया है. പ്രത്യേകിച്ചും ആ വാക്യം, 8ാമത്തെ വാക്യം, खासतौर से वो 8वां आयत ഇതിനകത്ത് ആവർത്തിച്ചു പറയുന്നുണ്ട്. इसमें दोहरा कर कहती है. 15ാമത്തെ വാക്യത്തിൽ പിന്നെയും പറയുക, 15वां आयत में वापस कहता അവർ है, യഹോവയെ അവന്റെ നന്മയെ ചൊല്ലി മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലി സ്തുതിക്കട്ടെ. यहोवा की करुणा के कारण और आश्चर्य कर्मों के कारण जो मनुष्यों के लिए करता है 21ാം उसका വാക്യത്തിൽ धन्यवाद करें. പിന്നെയും പറയുക, 21वें आयत में वापस कहता അവർ है, യഹോവയെ അവന്റെ നന്മയെ ചൊല്ലി മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. यहोवा की करुणा के कारण और आश्चर्य कर्मों के कारण जो मनुष्यों के लिए करता है उसका धन्यवाद करें. 31ാം വാക്യത്തിൽ പിന്നെയും പറയുക, 31 में वापस कहा गया है, അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലി മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. लोग यहोवा के कारण और आश्चर्य कर्मों के कारण जो वह मनुष्यों के लिए करता है उसका धन्यवाद करें. ദൈവമക്കളെ, ഹല്ലേലൂയ. प्रिय परमेश्वर के നമ്മുടെ संतानों, ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലി നാം ദൈവത്തെ സ്തുതിക്കണം. हमारे जीवन में करने वाले उन आश्चर्य कर्मों के लिए हम परमेश्वर को स्तुति करें. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്തില്ലെന്ന് ആരും പറയരുത്. ऐसा कोई न कहे कि परमेश्वर ने हमारे जीवन में कुछ किया नहीं है. സ്തുതിക്കുവാൻ, എണ്ണി സ്തുതിക്കുവാൻ गिन गिन कर स्तुति करने के लिए എണ്ണമില്ലാത്ത കൃപകൾ, अनगिनत कृपाएं, എണ്ണമില്ലാത്ത കൃപകൾ, अनगिनत भलाइयां ശത്രുവിന്റെ കണ്ണിൽ പെടാതെ, शैतान की नजर में न लगे, ഹല്ലേലൂയ, ശത്രുവിന്റെ ആയുധങ്ങൾ നമ്മെ തൊടാതെ, शत्रु की हथियार हम पर न लगे. ഉന്നം വച്ച വൈരിയും കണ്ണിൻ മുൻപിൽ പതറാതെ, ഉന്നം വച്ച വൈരിയൻ കണ്ണിൻ മുൻപിൽ പതറാതെ, കൺമണി പോൽ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ. കൺമണി പോൽ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ.
शत्रु का निशाना तुझ पर होगा ना तुझ सफल, पर होगा ना सफल। तेरे शत्रु का निशाना तुझ पर होगा ना सफल। आँखों की पुतली जैसे वो रखेगा तुझे हर पल। आँखों की पुतली जैसे वो रखेगा तुझे हर पल। गिनो गिन के स्तुति करूं बेशुमार तेरे दानों के लिए। अब तक तूने संभाला मुझे अपनी बाहों में लिए हुए। अब तक तूने संभाला मुझे अपनी बाहों में लिए हुए। अपनी बाहों में लिए हुए। താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. धन्यवाद परमेश्वर। 35-ാമത്തെ വാക്യത്തിൽ പറയുക, 35वें आयत में कहा है, അവൻ മരുഭൂമിയെ ജലതടാകമാക്കി മാറ്റുന്നവനാ, वह जंगल को जल का ताल വരണ്ട നിലത്തെ നീരുറവാക്കുന്നവനാ, और निर्जल देश को जल के सोते कर देता है। വിശന്നവരെ അവൻ അവിടെ പാർപ്പിച്ചു, भूखों को वहां पर बसाया പാർപ്പാൻ പട്ടണമുണ്ടാക്കി, कि वे बसने के लिए नगर तैयार करें, നിലം വിതയ്ക്കുകയും खेती करे, മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കുകയും दाख की बारी लगाए, സമൃദ്ധിയായി ഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. भांति भांति के फल उपजाने അവൻ लगे। അനുഗ്രഹിച്ചിട്ട് और वह उनको ऐसी आशीष देता അവർ है അത്യന്തം പെരുകി. कि वे बहुत बढ़ गए जाते हैं। ദൈവം അനുഗ്രഹിച്ചാൽ जब परमेश्वर आशीष देता है വർദ്ധിക്കും, बढ़ने लगता है, പെരുകും. बढ़ोतरी होती है। ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ലക്ഷണമാ वो परमेश्वर की आशीष का लक्षण है മൾട്ടിപ്ലിക്കേഷൻ, कि बढ़ोतरी, പെരുകുക എന്നുള്ളത്. बढ़ना। വേദപുസ്തകത്തിലെ ആദ്യ വാഗ്ദത്തങ്ങളിൽ ഒന്നാണ് കേട്ടോ. परमेश्वर वचन के पहले आयतों का वायदा है ये। വേദപുസ്തകത്തിൽ പ്രത്യേക വാഗ്ദത്തങ്ങളുണ്ട്, वचन में कुछ खास वादाएं ഒത്തിരി हैं, വാഗ്ദത്തങ്ങളുണ്ട്. बहुत सारी वादाएं हैं। അതിനകത്ത് ചില വാഗ്ദത്തങ്ങൾ സ്പെഷ്യലാണ്. उसकी कुछ वादाएं खास हैं। വേദപുസ്തകത്തിലെ ആദ്യത്തെ വാഗ്ദത്തം, वचन का पहली वादा, ആദ്യമായി ദൈവം മനുഷ്യവർഗത്തിന് കൊടുത്ത വാഗ്ദത്തം, पहली वादा जो परमेश्वर ने मनुष्य को दिया വചനം था, പറയുന്നു, वचन कहता है ദൈവം അവരെ അനുഗ്രഹിച്ചു, परमेश्वर ने उनको आशीष दी സന്താന പുഷ്ടിയുള്ളവരായി പെരുകുക എന്ന് പറഞ്ഞു. कि पीढ़ी पीढ़ी तू बढ़ोतरी होता जा। എല്ലാരും പറഞ്ഞാട്ടെ, सब लोग कहे, എല്ലാരും പറഞ്ഞാട്ടെ, सब लोग कहे, ദൈവം ഞങ്ങളെ വർദ്ധിപ്പിക്കാൻ परमेश्वर हमें बढ़ोतरी देना चाहता है। God want to increase our territory. परमेश्वर हमारी सीमाओं को बढ़ाना God want to चाहता bring है। a manifold blessing in our life. परमेश्वर दुगना आशीष हमारे जीवन पर വർദ്ധിക്കട്ടെ, लेकर യേശുവിൻ आता നാമത്തിൽ है। വർദ്ധിക്കട്ടെ. यीशु के नाम पे वो ഞങ്ങളുടെ बढ़ने കുടുംബങ്ങൾ दे, വർദ്ധിക്കട്ടെ, हमारे परिवारों में वो ഞങ്ങളുടെ बढ़ने दे, തലമുറകൾ വർദ്ധിക്കട്ടെ. हमारी पीढ़ियां बढ़ने दे। ഇന്നലത്തെ കോട്ടേജ് മീറ്റിംഗിൽ ഞാൻ പറഞ്ഞ ദൂത് ആവർത്തിക്കാം. कल का कॉटेज मीट में कहा ശഖന, वो वाणी में റാം दोहराता ശഖമന. हूँ, നമ്മുടെ സഭയിൽ കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ, हमारी कलीसियों में बच्चे पैदा होने दे, ഉദരങ്ങൾ തുറക്കട്ടെ, कोख खुलने दे, ഒരു കുഞ്ഞുള്ളവർക്ക് 2 കുഞ്ഞാകട്ടെ. एक बच्चा जिनको 2 बच्चे होने दे। ആമീൻ പറഞ്ഞ് സ്വീകരിച്ചാട്ടെ. आमीन करके ഞാൻ स्वीकार करें। ഇന്നലെ അവിടെ വന്നവർക്കും വരാത്തവർക്കും ഒക്കെ വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. कल जो आए थे नहीं आए थे सबके लिए मैंने आशीष का हालेलुया, हालेलुया, അനുഗ്രഹിക്കുക യേശുവിൻ നാമത്തിൽ. यीशु के नाम से ब्लेस 2 करते हैं। കുഞ്ഞുങ്ങൾ ഉള്ളവർക്ക് ഇനി 1 കുഞ്ഞുകൂടെ കിട്ടട്ടെ. जिनको 2 बच्चे हैं उनको एक और बच्चे होने दे। ഹല്ലേലൂയ. ഇനി हालेलुया। 3 ഉള്ളവർക്ക് 4 കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. जिसको 3 बच्चे उनको 4 बच्चे होने दे। വർദ്ധിക്കണം കേട്ടോ. बढ़ोतरी होने ദൈവം दे। തരുന്ന അനുഗ്രഹമാ കുഞ്ഞുങ്ങൾ. परमेश्वर का दिया हुआ दान है बच्चे। താങ്ക് യു ജീസസ്. थैंक यू फादर। കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒരു നിമിഷം. जिनके बच्चे नहीं उनके लिए प्रार्थना യേശു करें। ക്രിസ്തുവിന്റെ നാമത്തിൽ यीशु मसीह के नाम से ഉദരങ്ങൾ തുറന്നു വരട്ടെ, कोख खुलने दे, ഉദരങ്ങൾ തുറന്നു कोख വരട്ടെ. खुलने दे। മാതാപിതാക്കൾ, അപ്പച്ചന്മാർ, അമ്മച്ചിമാർ പ്രാർത്ഥിച്ചാട്ടെ. माता पिताएं, दादा दादी लोग നിങ്ങൾക്ക് सब प्रार्थना കൊച്ചുമക്കൾ ഉണ്ടാകാൻ करें। പ്രാർത്ഥിച്ചാട്ടെ. आपके छोटे बच्चे पोते होने दे, നിങ്ങൾക്ക് കൊച്ചുമക്കൾ ഉണ്ടാകാൻ आपके പ്രാർത്ഥിച്ചാട്ടെ. पोते होने के लिए प्रार्थना करें। ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണം.
ध्यान से सुने, ദൈവത്തിന്റെ ആദ്യത്തെ ബ്ലെസ്സിംഗ് അത് കേട്ടോ. परमेश्वर की पहली आशीष സന്താന है वो പുഷ്ടിയുള്ളവരായി വർദ്ധിക്കുക. कि संतान से तू बढ़ जा. ചില വാഗ്ദത്തങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. कुछ वादों की कुछ खासियत ആദ്യത്തെ है. പ്രോമിസ് पहला प्रॉमिस it was about multiplication. वो एक बढ़ोतरी की वादा थी. ഇനി നിങ്ങൾ എന്ത് കേൾക്കണേ? अब ध्यान से सुने, വേദപുസ്തകത്തിൽ അങ്ങനെ പ്രത്യേകതയുള്ള മറ്റൊരു പ്രോമിസ് ആണ്. वचन में वैसा खास एक दूसरा एक वादा है. ഹല്ലേലൂയ. हालेलुया. ന്യൂ ടെസ്റ്റമെന്റിൽ അത് കോട്ട് ചെയ്തിട്ടുണ്ട്. नया नियम में वो दोहरा कर कहा है. എന്താണെന്നറിയാമോ? क्या है वो? ഹല്ലേലൂയ. പ്രോമിസോട് കൂടിയ ആദ്യത്തെ കൽപ്പന. वादा के साथ पहली कल्पना. കൽപ്പനകൾ ഒത്തിരിയുണ്ട് വേദപുസ്തകത്തിൽ. कल्पनाएं बहुत है पवित्र പക്ഷേ शास्त्र में. വാഗ്ദത്തം കൂടെ കൊടുത്ത ആദ്യത്തെ കൽപ്പന वादा के साथ देने वाली पहली कल्पना ഏതായിരുന്നു? वो क्या था? obey your parents. अपने माता पिता का आज्ञाकारी बनो. obey your parents. माता पिता के आज्ञाकारी बनो. അതിനൊരു പ്രത്യേകതയുണ്ട്. उसमें खासियत है. എന്താണെന്നറിയാമോ? क्या है वो നിനക്ക് खासियत? ദീർഘായുസ് ഉണ്ടാകുക. तुझे दीर्घायु मिलने के लिए. അപ്പോൾ മാതാപിതാക്കളെ അനുസരിച്ചാൽ എന്ത് സംഭവിക്കും? माता पिता की आज्ञाकारी बने तो क्या होगा? ദീർഘായുസ് ഉണ്ടാകും. दीर्घायु मिलेगी. അപ്പോൾ ആയുസ് കൂടാനുള്ള ഒരു മാർഗമാണ് ഹല്ലേലൂയ. अपनी आयु को बढ़ाने का एक और ഒരു तरीका है. വാഗ്ദത്തമാണ് एक वादा है. obey your parents. माता पिता के आज्ञाकारी പ്രായമുള്ള बने. അമ്മച്ചിമാരും അമ്മച്ചിമാരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങോട്ട് പറ പാസ്റ്റർ എന്ന്. आमेन. यहाँ जो उम्र वाले माता पिता इस प्रकार से कहते कि हाँ पास्टर वैसा कहो. കൊച്ചു കുഞ്ഞുങ്ങളെ छोटे बच्चों മാതാപിതാക്കളെ അനുസരിക്കണം. माता पिता के आज्ञाकारी बने. നമ്മുടെ ഒലിവിയ മോളുടെ വാക്യമാണ് അത് കേട്ടോ. ഒലിവിയ മോളുടെ വാക്യമാ ഏതാ? obey your parents. ഞാൻ ചെല്ലുമ്പോൾ അവള് പറഞ്ഞു കേൾപ്പിക്കും. ഹല്ലേലൂയ. ओलिविया का वचन है वो जब मैं Hallelujah. घर जाता हूँ Obey तो your वो बोलकर parents. सुनाती है. Obey your parents. ശരിയല്ലേ? सही है ना? അങ്ങനെ ചില വാഗ്ദത്തങ്ങളുണ്ട്. ऐसे भी कुछ वादाएं हैं. അപ്പോൾ ഇവിടെ 107 സങ്കീർത്തനക്കാരൻ പറയുകയാണ്, यहाँ भजन संगीता वाले 107 इस യഹോവ प्रकार से कहता है. അനുഗ്രഹിച്ചതുകൊണ്ട് അവർ വർദ്ധിച്ചു. यहोवा ने आशीष दिया इसलिए वे बढ़ गए. യഹോവ അനുഗ്രഹിച്ചാൽ यहोवा ने यदि आशीष दिया നീ ഏത് സാഹചര്യത്തിലും വർദ്ധിക്കും. तो कोई भी परिस्थिति में हो तो बढ़ोतरी मिलेगी. മിസ്രൈമിൽ പോയി കടന്ന ജനം, मिस्र में जो लोग गए थे, മിസ്രൈമിനെ കുറിച്ച് പറയുന്നത് ഇരുമ്പ് ചൂളയെന്നാണ്. मिस्र के बारे में कहा है कि वो लोहे का चूल्हा है. അയൺ ഫർണസ്. लोहे का भट्टी कहा गया है. അതിനകത്തിട്ടാൽ ചാമ്പലായി പോകത്തേ ഉള്ളൂ. उसके अंदर डाले तो वो राख बन जाती है. ചാരം പോലും കിട്ടത്തില്ല. राख भी नहीं കാരണം मिलेगी ഇരുമ്പ് ചൂള എന്ന് പറഞ്ഞാൽ അയൺ ഫർണസ് എന്ന് പറഞ്ഞാൽ എന്താ? क्योंकि वो लोहे की भट्टी है. നമ്മുടെ അടുപ്പിലുള്ള തീയല്ല കേട്ടോ. मतलब वो साधारण अपना चूल्हा वाला अग्नि नहीं, ഉരുക്കുന്ന ഫർണസ് ആണ്. लोहे को भी पिघलने वाला अग्नि അതിനകത്തൊക്കെ है. നമ്മൾ കയറിയാലോ उसके अंदर हम घुस गए, കരിഞ്ഞ് ചാമ്പലായി ചാരം പോലും വെളി വരത്തില്ല हम കേട്ടോ. जलकर राख होकर हमें राख भी ചാരത്തെ नहीं, പോലും കത്തിച്ചു കളയും. राख भी नहीं मिलेगा. പക്ഷേ ഇസ്രായേലിന്റെ പ്രത്യേകത लेकिन इसराइल की ഇരുമ്പ് खासियत ചൂളയായ മിസ്രൈമിൽ इस लोहे की इस भट्टी में मिस्र ഇസ്രായേൽ में വർദ്ധിച്ചു. इसराइल बढ़ने लगा. മോശയെ വിളിച്ച് ദൈവം ഒരു കാഴ്ച കാണിച്ചു. मूसा को बुलाकर परमेश्वर ने എന്താ दर्शन കാഴ്ച दिया. എന്നറിയാമോ? क्या था वो ഒരു दर्शन? മുൾപടർപ്പ് നിന്ന് കത്തുകയാ. एक झाड़ी जल रही है. നിന്ന് കത്തുകയാ. वो खड़े होकर जल रही അടുത്ത് है. ചെന്ന് കാണുന്ന മോശ കണ്ടത് बाजू में जाकर देखा, मूसा ने തീ ये देखा, കത്തുന്നെങ്കിലും മുൾപടർപ്പ് കത്തുന്നില്ല. अग्नि तो जल रही है लेकिन वो झाड़ी അത് जलकर भस्म नहीं, ചാമ്പലാകുന്നില്ല. वो भस्म नहीं അത് हो रही. ഇസ്രായേൽ ജനതയുടെ കഥയാ. वो इसराइल की खासियत അഗ്നി है. ജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല. अग्नि की ज्वाला तुझे തീ जलाएगी നിന്നെ नहीं. ദഹിപ്പിക്കത്തില്ല. अग्नि तुझे भस्म नहीं The करेगी. fire is not going to finish you. अग्नि तुझे खत्म नहीं करेगी. Hallelujah. Hallelujah. ഇസ്രായേൽ മിസ്രൈമിൽ വർദ്ധിച്ചു. इसराइल मिस्र में बढ़ने ദൈവമക്കളെ लगा. നീയും വർദ്ധിക്കും. परमेश्वर के बच्चों आप भी You may बढ़ोगे. be going through a fire furnace, iron furnace kind of situation. हो सकता है कि आपकी परिस्थिति आप आग की भट्टी में से गुजर रहे वैसा होगा. നിങ്ങൾ അഗ്നിയിലൂടെ ആയിരിക്കാൻ പോകുന്നത്. आप अग्नि से गुजर रहे होंगे പറഞ്ഞാട്ടെ लेकिन कहे വർദ്ധിക്കാൻ പോവുക. बढ़ने जा रहा है. आमेन वर्धिका हालेलुया. बढ़ने जा रही है. ഹല്ലേലൂയ. आमेन हालेलुया. നദി നിന്നെ മുക്കത്തില്ല. नदी तुझे डुबाएगी नहीं. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല. अग्नि की ज्वाला तुझे भस्म नहीं പഴയൊരു करेगी. തമിഴ് പാട്ട് അങ്ങനെ ഉണ്ട്. സൺഡേ സ്കൂളിൽ പഠിച്ച പാട്ടാ. एक पुराना तमिल सॉन्ग इस प्रकार से അതിന്റെ है. ലൈനൊക്കെ ഞാൻ മറന്നുപോയി. उसका गाना में लाइंस भूल गया. ക്രിസ്തുവക്കൾ വാഴും നിനക്ക് എപ്പോഴും വെറ്റിയുണ്ട്. अगर क्रिस्तु में बढ़ने वाला व्यक्ति तू हमेशा बढ़ता അത് रहेगा. ആർക്കെങ്കിലും അറിയാ കുഞ്ഞുങ്ങളെ? ക്രിസ്തുവക്കൾ വാഴും നിനക്ക് എപ്പോഴും വെറ്റിയുണ്ട്. വെറ്റി വെറ്റി മലവന വെറ്റി 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 बढ़ोतरी बढ़ोतरी ग्रोथ ग्रोथ ग्रोथ. ക്രിസ്തുവക്കൾ വാഴും നിനക്ക് जो क्रिस्तु में रहता है എപ്പോഴും വെറ്റിയുണ്ട്. उसका हमेशा ग्रोथ होता रहता ഓ है. വെറ്റി വെറ്റി आमेन हालेलुया. वेट्री वेट्री व्हाटएवर इट मे बी. हम मलयाली है तो मलयालम थोड़ा बहुत आएगा उसमें. हालेलुया.
ക്രിസ്തുവുക്കൾ വാഴും നിനക്ക് जो मसीह में रहता है बस എപ്പോഴും വെറ്റിയുണ്ട്. हमेशा उसका ग्रोथ होते ഓ उन्नति होते വെറ്റി हैं। വെറ്റി. Hallelujah. There is victory एक जयवंत for है those who are in Christ Jesus. जो मसीह में बसा हुआ है, हमेशा विक्ट्री है. उसका हमेशा जयवंत है, जयवंत जीवन। Hallelujah. आमेन, हालेलुया Hallelujah. हालेलुया। അത് പാടുന്ന ആ പാട്ടിലെ ഒരു വഴി ഏകദേശം ഇങ്ങനെയാണ്. कुछ लाइंस इस प्रकार से है, लगभग നദിയിലൂടെ കടന്നാൽ नदी से तू चले തൂകി പോകാൻ മാട്ടേൻ. तो डूबेगा नहीं। ഹല്ലേലൂയ. हालेलुया। തൂകി പോകാൻ മാട്ടേൻ. പിന്നെ പറയുന്നത് എരിന്തു പോവാൻ മാട്ടേൻ. നീ तू ചാമ്പലായി जलेगा नहीं, പോകത്തില്ല. तू भस्म नहीं होगा। പ്രധാന സ്തോത്രം ചെയ്താട്ട് धन्यवाद कहे, വർദ്ധിക്കും बढ़ेगा യേശുക്രിസ്തുവിൻ നാമത്തിൽ. यीशु मसीह के नाम से। വാട്ട് എവർ യുവർ സിറ്റുവേഷൻ മേ ബി, आपकी परिस्थिति कुछ भी क्यों ना हो, വാട്ട് എവർ യുവർ സിറ്റുവേഷൻ മേ ബി, आपका परिस्थिति कैसे भी क्यों ना നിങ്ങൾ हो, കുറയുകയല്ല ചെയ്യുന്നത്. आप कम नहीं होंगे, आप घटने वाला नहीं है. നിങ്ങൾ കുറയുകയല്ല आप बढ़ने ചെയ്യുന്നത്, वाला है. നിങ്ങൾ വളരും। आपका सीमाओं को प्रभु बढ़ाने वाला है. നിങ്ങളുടെ അതിരുകളെ കർത്താവ് കാരണം വിസ്താരമാക്കും, നീ ദൈവത്താൽ क्योंकि അനുഗ്രഹിക്കപ്പെട്ടവൻ. आप यहोवा के द्वारा आशीषित हैं। ലോകത്തിന്റെ ഒരു നല്ല വാക്കും നിനക്ക് കിട്ടിയില്ലെങ്കിൽ दुनिया की कोई अच्छी बात तुझे मिला नहीं होगा, ദൈവം നിന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ परमेश्वर तुझे आशीषित അത് किया മതി है तो കേട്ടോ. वो काफी है। യാക്കോബ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. याकूब यहोवा से आशीषित हुआ, യാക്കോബ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. याकूब यहोवा से आशीषित हुआ। അവനെ ആര് ശപിക്കാൻ നോക്കിയാലും ശാപം ഏൽക്കത്തില്ല അവന്റെ മേൽ. उसको कोई भी श्रापित करने की कोशिश करे, उसको അവന്റെ श्राप മേൽ नहीं ശാപം लगेगा, ഏൽക്കത്തില്ല. उसके ऊपर श्राप नहीं അവനെ लगेगी। ശപിക്കാൻ വന്നവരുണ്ട്. उसको श्राप देने के लोग आए ശപിക്കാൻ थे, വന്ന് നിന്നിട്ട് പറഞ്ഞു श्राप देने के लोग आकर ആ कहा, വിചാരം ഇസ്രായേലിന് ഫലിക്കയില്ല. जादू टोना इस्राएल पर ലക്ഷണവിദ്യ लगेगी नहीं, ഇസ്രായേലിന് ഏൽക്കത്തില്ല. कोई भी लक्षण इस्राएल को ശാപം लगेगा ഇവന് नहीं, ഫലിക്കത്തില്ല. श्राप इस्राएल को എന്തുകൊണ്ടാണ് लगेगा नहीं। ഇസ്രായേലിന് ശാപം ഫലിക്കാത്തത്? क्यों इस्राएल को श्राप नहीं ഇപ്പോഴോ लगता है? യാക്കോബെ നിന്നെ സൃഷ്ടിച്ചവനും अभी ए है याकूब तुझे ഇപ്പോഴേ सृजनहार, ഇസ്രായേൽ നിന്നെ നിർമ്മിച്ചവനുമാകുന്ന യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. हे इस्राएल तेरा रचने वाला यहोवा इस प्रकार से कहता ആ, है, ഹല്ലേലൂയ. തീയിൽ കൂടെ കടന്നാൽ നീ വെന്തു പോകത്തില്ല. यदि तू अग्नि में चले वो तुझे അഗ്നി ജ്വാല നിന്നെ जलाएगी नहीं, ദഹിപ്പിക്കത്തില്ല. अग्नि की ज्वाला तुझे പരിവെള്ളം भस्म നിന്നെ नहीं മുക്കത്തില്ല. करेगी, नदी तुझे डुबाएगी नहीं, നിനക്ക് ശാപം ഫലിക്കത്തില്ലെന്ന്. तुझ पर शाप ആ नहीं വിചാരം लगेगा, നിനക്ക് ഫലിക്കത്തില്ലെന്ന്. जादू टोना तुझको ലക്ഷണവിദ്യ नहीं നിന്റെ മേൽ लगेगा, ഏൽക്കത്തില്ലെന്ന്. कोई लक्षण तुझे നിന്നെ नहीं നിന്നെ लगेगी। എത്ര പേര് ശപിച്ചാലും कितने लोग तुझे श्रापित दे, നീ നന്നാകത്തില്ലെന്ന് പറഞ്ഞാലും लोग कहे कि നിന്റെ तू കുടുംബം सुधरेगा നശിച്ചു नहीं, പോകുന്നു പറഞ്ഞാലും तेरा लोग परिवार को no श्रापित करे, curse can withstand with you. कोई श्राप तुझे लगेगा नहीं। Hallelujah. हालेलुया। കാരണം कारण ഈ യാക്കോബ് ദൈവത്തോട് മല്ല് കിട്ടി അനുഗ്രഹം പ്രാപിച്ചവനാ. ये याकूब मल्ल युद्ध करके परमेश्वर से आशीष को प्राप्त किया है, ശരിയല്ലയോ? सही है ना? ദൈവത്തോട് മല്ല് കെട്ടി അനുഗ്രഹം പ്രാപിച്ചവനാ നീയെങ്കിൽ परमेश्वर से मल्ल युद्ध करके यदि आशीष को आपने प्राप्त നമ്മൾ किया है ദൈവത്തോട് तो മല്ല് കെട്ടണം കേട്ടോ. हमें मल्ल युद्ध करना है। യാക്കോബ് മല്ല് കെട്ടിയത് याकूब ने मल्ल युद्ध എന്ത് किया, ചോദിച്ചാ മല്ല് കെട്ടേണ്ടത്? क्या पूछकर मल्ल युद्ध करना है? ഹല്ലേലൂയ. നമ്മൾ हालेलुया। ദൈവത്തോട് മല്ല് കെട്ടും हम भी परमेश्वर से मल्ल युद्ध करते ചെറിയ हैं, ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി. छोटी छोटी बातों के लिए, അതിനുവേണ്ടി അല്ല മല്ല് കെട്ടേണ്ടത്. उसके लिए नहीं हमें मल्ल युद्ध ദൈവത്തിന്റെ करना അടുത്ത് है, ചെന്നിട്ട് കാല് പിടിച്ചിട്ട് കരയണം. हमें परमेश्वर के पांव पकड़कर നീ എന്നെ रोना है। അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. जब तक तू मुझे आशीष ना दे तब तक मैं तुझे എനിക്കൊരു छोड़ूंगा അനുഗ്രഹം नहीं। വേണം. मुझे एक आशीष चाहिए, എനിക്കൊരു അനുഗ്രഹം मुझे വേണം. एक आशीष चाहिए। അപ്പന്റെ അനുഗ്രഹം പണ്ട് മോട്ടിച്ചെടുത്തതാ. पिता के आशीष को चुरा कर लिया था एक दिन, അത് പോരാ കേട്ടോ. वो काफी नहीं है। ഒരു അനുഗ്രഹം സ്വർഗത്തിൽ നിന്ന് വേണമെന്ന് പറഞ്ഞ് ചിലര് നിലവിളിച്ചാൽ कुछ लोग ऐसा रोए कि परमेश्वर के द्वारा मुझे अनुग्रह നീ चाहिए। ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനെങ്കിൽ अगर परमेश्वर से आप ലോകത്തിൽ ഒരു आशीषित है तो ശക്തിക്ക് നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. दुनिया की कोई भी ताकत तुझे दबाएगी ഒരു नहीं, അയൺ ഫർണസിനും നിന്നെ ഒതുക്കാൻ कोई പറ്റത്തില്ല. भी लोहे की भट्टी तुझे You are going जलाएगी to नहीं। multiply inside that iron furnace. आप उस आग की भट्टी के अंदर बढ़ने You are लगोगे, going to multiply. आप बढ़ने Child of लगोगे। God, परमेश्वर let me के repeat it. संतान, Whatever your situation may be, आपकी परिस्थिति कैसी भी you क्यों are ना not going हो, to decrease, but you are going to increase. आप घटने वाले नहीं हो, बढ़ने वाले हो। 107 സങ്കീർത്തനക്കാരൻ പറയുകയാ, भजन संगीत 107 वाला कहता है, ഹല്ലേലൂയ, അവൻ അനുഗ്രഹിച്ചിട്ട് അവർ അത്യന്തം പെരുകി. यहोवा ने आशीष दी और वे बहुत बढ़ गए। അപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ഒരു ലക്ഷണമാണ് വർധനവ്. मतलब यहोवा की आशीष का एक लक्षण है कि बढ़ना। എല്ലാവരും വർദ്ധിക്കട്ടെ. सब लोग बढ़ने दे, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും വർധനവുണ്ടാകട്ടെ. जीवन के हर क्षेत्र में एक बढ़ोतरी होने दे, നിങ്ങളുടെ അതിരുകൾ വിശാലമാകട്ടെ. आपकी सीमाएं बढ़ने दे। I pray. मैं प्रार्थना करता हूँ ദൈവം നിങ്ങളുടെ
ടെറിട്ടറീസിനെ എക്സ്പാൻഡ് ചെയ്യട്ടെ. परमेश्वर आपके सीमाओं को നിങ്ങളുടെ एक्सपैंड करे, ശുശ്രൂഷയുടെ അതിരുകളെ ദൈവം വിസ്താരമാക്കട്ടെ. आपकी सेवकाई की सीमाओं को बढ़ाने दे, നിങ്ങളുടെ ഭൗതിക മണ്ഡലത്തിന്റെ അതിരുകളെ ദൈവം വിശാലമാക്കട്ടെ. आपके भौतिक मंडल के हर आशीषों की सीमाएं बढ़ने दे, ദൈവം വർദ്ധിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. परमेश्वर बढ़ोतरी देने दे, ऐसा प्रार्थना हालेलुया. करते हैं। हालेलुया। എന്നിട്ട് അടുത്ത വാക്യങ്ങളിൽ പറയുന്നത് और अगले आयतों में कहा അവരുടെ है കന്നുകാലികൾ കുറഞ്ഞു പോകുവാൻ അവൻ ഇടവരുത്തിയില്ല. उसके गाय बैल कम होने के लिए परमेश्वर ने अनुमति नहीं दिया। ദൈവം വർദ്ധിപ്പിച്ചാൽ, परमेश्वर ने यदि बढ़ाया, ദൈവം വർദ്ധിപ്പിച്ചാൽ यदि परमेश्वर എല്ലാ बढ़ाया, മേഖലയും നിങ്ങൾ ആ വർധനവിനെ കാണുവാൻ हर പോകുകയാണ്. एक स्तर पर आप उस बढ़ोतरी को देख पाओगे। ഇനി ഒന്നുകൂടെ 35 വാക്യം മുതൽ ഒന്ന് നോക്കാം. 35वें आयत से हम आगे देखेंगे। അവൻ മരുഭൂമിയെ ജലതടാകമാക്കും, वह जंगल को जल का टाल बनाता വരണ്ട है, നിലത്തെ നീരുറവാക്കും. निर्जल देश को जल के सोते कर देता है। ഹല്ലേലൂയ. വിശന്നവരെ അവൻ അവിടെ പാർപ്പിച്ചു. वह भूखों को वहां पर बसाता है। അവർ പാർപ്പാൻ പട്ടണം ഉണ്ടാക്കുകയും നിലം വിതയ്ക്കുകയും മുന്തിരിത്തോട്ടം നടുകയും ചെയ്തു. कि वे बसने के लिए नगर तैयार किया, खेती करे और दाख की बारी लगाए और भांति भांति के फल उपजाले। ഇവിടെയാണ് എൻ്റെ സന്ദേശം കിടക്കുന്നത്. यहाँ पर मेरा मैसेज है, പാർപ്പാൻ പട്ടണം, रहने के लिए एक नगर, പാർപ്പാൻ പട്ടണം. बसने के लिए एक ഈ नगर। സങ്കീർത്തനത്തിൽ പല വിടുതൽ പറയുന്നുണ്ട്. इस भजन संहिता में कई प्रकार के छुटकारा को बताया गया ഉദാഹരണം പറഞ്ഞാൽ है। उदाहरण के तौर पर രണ്ടാമത്തെ ആ ഒരു പിന്നെ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ടുള്ള വാക്യം പറയുന്നതിന് മുമ്പേ പറയുന്നത്, परमेश्वर को स्तुति करने से पहले एक आयत में ऐसा कहा അല്ലെ, है। ഞാൻ 4-5 വാക്യങ്ങൾ ആവർത്തിക്കുന്ന റിപ്പീറ്റ് ചെയ്യുന്നത് വായിച്ചു. मैंने 4-5 बार वो दोहरा कर मैंने वचन को അതിനകത്ത് पढ़कर सुना। രണ്ടാമത്തെ വചനത്തിന് മുമ്പ് പറയുന്ന വിടുതൽ എന്താണെന്നറിയാം? उसमें दूसरा छुटकारा क्या है आप जानते हो? ഹീലിംഗ്. वो एक चंगाई है। ഹീലിംഗ്. चंगाई है। ഹീലിംഗ് എന്ന് പറയുമ്പോൾ चंगाई को कहे तो ഇവര് ബൈൻഡഡ് ആയിരുന്നു, वो बंधे हुए थे, ബന്ധിക്കപ്പെട്ടവരായിരുന്നു. वो बंधे हुए थे। ബന്ധനത്തിന്റെ കാരണവും അവിടെ പറയുന്നുണ്ട്. बंधन के कारण भी वहां पर बताया गया है। ബന്ധനത്തിന് ചില കാരണങ്ങളുണ്ടാകാം. बंधन के कुछ कारण हो നമ്മുടെ सकते हैं। ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഷാക്കിൾസ്, ചങ്ങലകൾ ഉണ്ടെങ്കിൽ हमारे जीवन में कई प्रकार की जंजीरें हैं, അതിന്റെ പിന്നിൽ ഒരു റീസൺ ഉണ്ടാകാം. तो उसके पीछे एक रीजन हो सकता है। ആ ബന്ധനങ്ങളെ പൊട്ടിക്കുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. उस बंधनों को तोड़ने वाली बात यहाँ पर कहा गया എന്താണ് है। ആ ബന്ധനങ്ങളുടെ കാരണം എന്നറിയാമോ? क्या है वो बंधनों की वजह? ഹല്ലേലൂയ. हालेलुया। ദൈവത്തിന്റെ വചനത്തോട് മറുതലിച്ചത് കൊണ്ടാണ് ആ ബന്ധനം അവർക്കുണ്ടായത്. परमेश्वर के वचन के साथ बलवा किया, इसलिए वो बंधन वहां पर पड़ी। ദൈവത്തിന്റെ വചനത്തോട് മറുതലിച്ചാൽ परमेश्वर के वचनों के विरुद्ध में यदि आप അത് चलोगे ജീവിതത്തിൽ പിശാചിന് അവകാശം കൊടുക്കും. तो जीवन में हम शैतान को मौका दे रहे हैं। ഒരു കാരണവശാലും कोई भी कारणवश ദൈവത്തിന്റെ വചനത്തോട് മറുതലിക്കില്ല. परमेश्वर के वचन से बलवा ഈ न വചനം करें। നമുക്ക് അനുസരിക്കാൻ ദൈവം തന്നതാ. ये वचन हमें पालन करने के लिए दिया गया है। നമ്മൾ അതിനോട് ഒരിക്കലും മറുതലിക്കില്ല. उस वचन से हम कभी बलवा न करें। പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ എന്തെങ്കിലും സംസാരിച്ചാൽ, अगर एक वचन से परमेश्वर कुछ भी बातें करे ഓ കർത്താവേ അടിയനിതാ എന്ന് പറഞ്ഞ് സമർപ്പിക്കണം. तो ऐसा कहे कि हाँ परमेश्वर मैं हूँ यहाँ, ऐसा कहकर हमें समर्पण करना है। വചനത്തോട് മറുതലിച്ചത് കൊണ്ട് वचन के विरुद्ध में वो चले, इसलिए അവർ ബന്ധിക്കപ്പെട്ടു. वो बंधन में पड़ गए। 18ാമത്തെ വാക്യം പറയുന്നത്, 18 आयत में कहा है, സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി सब प्रकार की भोजन से उन्हें घृणा आने लगी। എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? उसका मतलब क्या है? ഭക്ഷണത്തോട് വെറുപ്പ് തോന്നി എന്ന് പറഞ്ഞാൽ खाने भोजन से രോഗിയായി उन्हें, തീർന്നെന്നാ. मतलब वो बीमार हो गया। കേട്ടോ, നിങ്ങൾ രോഗിയായി തീർന്നു. आप सुन रहे हो ना, बीमार हो गया। ഈ ചില അസുഖം വന്നാൽ പിന്നെ ഒട്ടും വിശപ്പില്ലല്ലേ, कुछ बीमारी आने से फिर भूख नहीं लगता ഒന്നും है, കഴിക്കാൻ തോന്നുന്നില്ലല്ലേ. कुछ खाने का मन नहीं करता। ഒരാഴ്ചയായി കഴിക്കാൻ തോന്നുന്നില്ല. एक हफ्ता हो गया खाने का ഇതാ मन വചനം. नहीं। वो है, സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി. हर प्रकार की भोजन से उसे घृणा आने। മരണവാതിലുകളോട് സമീപിച്ചിരുന്നു. मृत्यु के फाटक तक पहुंच चुके थे, പക്ഷെ ആ അവസ്ഥയിൽ लेकिन उस अवस्था में भी യഹോവയെ വിളിച്ച് നിലവിളിച്ചു. यहोवा की दोहाई दी അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. और उनके सकेती में से उसे उद्धार അടുത്ത किया। വാക്യം പറയുന്നു, अगले आयत में कहा, അവൻ തന്റെ വചനം അയച്ച് സൗഖ്യമാക്കി. वो अपने वचन के द्वारा उनको चंगा He करता है। sent his word and healed them. वो वचन को भेजकर उनको चंगा किया। യേശു വചനം അയച്ച് वो സൗഖ്യമാക്കുന്നു. वचन को भेजकर चंगा करने वाला രോഗത്തിൽ परमेश्वर। നിന്നുള്ള വിടുതല് तो बीमारियों से छुटकारा അവിടെ പറയുന്നുണ്ട്. यहाँ पर कहा है। പിന്നെ അടുത്തൊരു വിടുതൽ അവിടെ മുന്നിൽ കാണുന്നത്, और अगला छुटकारा जो आगे അവൻ है, ഇരുമ്പോടാമ്പലുകളെ ഒടിച്ചു, താമ്ര കഥകളെ തകർത്തു. वो लोहे को भी तोड़कर लोहे के दरवाजे को भी खोलता है।
എന്ന് പറഞ്ഞാൽ അടഞ്ഞ വാതിലിനെ തുറന്നു. मतलब बंद द्वारों को वो खोलता है. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില വഴികൾ അടഞ്ഞിരിക്കുമല്ലേ, हमारे जीवन में कुछ रास्ते बंद पड़े അത് हैं തുറന്നു. और वो खुल गए. പിന്നെ അടുത്തൊരു വിടുതൽ അവിടെ കാണുന്നത് अगला छुटकारा जो हम देखते हैं സമുദ്രത്തിൽ യാത്ര ചെയ്യുന്നവരെ കുറിച്ചാ. समुद्रों में यात्रा करने वालों വലിയ के लिए. കാറ്റും തിരമാലയും വന്നു. बहुत बड़ी आंधी तूफान आया. ഹല്ലേലൂയ. ഈ കപ്പൽ മത്തനെ പോലെ തുള്ളി ചാഞ്ചാടിയുന്ന और ये जो नाव है एक पागल के समान वो बबल വലിയ होने लगा. തിരമാലകൾ അടിച്ചിട്ട് बहुत बड़ा लहर है ഈ उस पर കപ്പലിനെ लगाकर എടുത്തങ്ങ് എറിയുക. ये नाव को उठाकर फेंका जा സമുദ്രത്തിലെ रहा है. കൂറ്റൻ തിരമാലകൾ, समुद्र की लहरें, അതിന്റെ നടുവിൽ അവർ നിലവിളിച്ചു. उसके बीच में उन्होंने दुहाई दी. വചനം പറയുന്നു, वचन में कहा അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, उसने लहरों को शांत करवाया. തിരമാലകളോട് അടങ്ങുവാൻ കൽപ്പിച്ചു. लहरों से कहा कि शांत हो जाओ. ശാന്തത വന്നതുകൊണ്ട് शांति आने के അവർ कारण അത്യന്തം സന്തോഷിച്ചു. वे बहुत खुश हो गए. ഇതേ ഭാഗമാണ് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. ये सेम हम नया नियम में देख सकते യേശുവിന്റെ ശിഷ്യന്മാർ യാത്ര ചെയ്ത പടകിന് നേരെ കാറ്റും തിരമാലയും വന്നു. हैं. यीशु मसीह ने सफर किया हुआ उस नाव पर അവൻ आंधी കാറ്റിനെ तूफान आया. ശാസിച്ചു. वो हवा को तूफानों को 107 रोका. സങ്കീർത്തനത്തിൽ കാറ്റിനെ ശാസിച്ചവൻ തന്നെ भजन संगीत 107 में जिसने उस आंधी तूफान को रोका അവൻ കാറ്റിനെ ശാസിച്ചു. वो तूफानों को रोका. കാറ്റും കടലും അവനെ അനുസരിച്ചു. लहरें और समुद्र उसका वचन का ശാന്തത माना. വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. शांति आया तो वे खुश हो गए. കർത്താവിനെ എന്ത് സ്തുതിച്ചാട്ടെ. परमेश्वर की स्तुति करें. ഹല്ലേലൂയ. हालेलुया. അങ്ങനെ പല വിടുതല ഇവിടെ പറയുന്നത്. वैसे कई प्रकार के छुटकारा यहाँ पर പക്ഷേ, बताया है, लेकिन ഈ സങ്കീർത്തനം തുടങ്ങുമ്പോൾ പറയുന്ന ഒരു വിടുതൽ, ये भजन संगीता की शुरुआत में कहने वाला एक छुटकारा, ആ വിടുതലാണ് ഇന്ന് നിങ്ങളോടുള്ള സന്ദേശം. वो छुटकारा है आज का आपका संदेश. എന്താ വിടുതൽ എന്നറിയാമോ? क्या है वो छुटकारा? 7ാമത്തെ വാക്യം പറയുക, 7वें आयत में कहा അവർ है, പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് बसने के लिए किसी नगर में जा അവൻ അവരെ पहुंचे, ചൊവ്വയുള്ള വഴിയിൽ നടത്തി. उनको ठीक मार्ग पर चलाया. എല്ലാവരും കേട്ടല്ലോ? क्या सब सुन അവർ रहे हैं? പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് ताकि वे बसने के लिए किसी അവൻ അവരെ नगर पर जा ചൊവ്വയുള്ള पहुंचे, വഴിയിൽ നടത്തി. उनको ठीक मार्ग पर चलाया. आमीन. 36ാം हालेलुया. വാക്യത്തിൽ നമ്മൾ വായിച്ചു, उसके 36 में हमने ആ पढ़ा, ഭാഗം വിട്ടുപോകരുത്. वो भी छोड़ना नहीं है. അവർ പാർപ്പാൻ പട്ടണം ഉണ്ടാക്കി. रहने के लिए एक नगर की तैयारी അപ്പോൾ की. ഈ ഭാഗത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോവാ. इस भाग में से हम कुछ आयतों को पढ़ने जा रहे हैं. ഒന്നാമത്, पहला, ദേശത്തിന്റെ വിവിധ ഭാഗത്ത് ചിന്നി ചിതറിക്കിടന്ന ഈ ജനത്തെ देश के भिन्न भिन्न भागों पर भटके हुए लोगों को കർത്താവ് ഒന്നിച്ചു കൂട്ടിവരുത്തുക. इकट्ठा करवाता ഇത് है. ഇസ്രായേലിന്റെ ചരിത്രമാ. ये इसराइल का इतिहास है. ഇസ്രായേൽ പല സന്ദർഭങ്ങളിൽ ലോകത്തിന്റെ വിവിധ ഭാഗത്തേക്ക് ചിതറിപ്പോയി. इसराइल कहीं तितर पितर हो गए थे, പക്ഷേ लेकिन ഒരു ശക്തിക്ക് ഇവരെ നശിപ്പിക്കാൻ പറ്റത്തില്ല. कोई ताकत इन्हें नाश नहीं कर കാരണം पाया, ഇവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ. क्योंकि वे यहोवा से आशीषित है. നദി അവരെ മുക്കത്തില്ല. नदी उन्हें डुबाएगी नहीं, അഗ്നിജ്വാല അവരെ अग्नि ദഹിപ്പിക്കത്തില്ല. की ज्वाला उन्हें भस्म नहीं करेगी. ആ ബേണിംഗ് ബുഷിന്റെ കാര്യം പറഞ്ഞതുപോലെ उस जलता हुआ झाड़ी के എത്ര തീ समान പിടിച്ചാലും ഇത് കത്തിപ്പോത്തില്ല. कितनी भी आग लगे वो भस्म नहीं ഇവിടെ होगी. 107 സങ്കീർത്തനക്കാരൻ പറയാണ്, भजन संगीत 107 वाला कहता है, ദൈവം അവരെ കൂട്ടിച്ചേർത്തു. परमेश्वर ने उन्हें इकट्ठा ഇനി कराया. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാനൊരു ദൂത് പറയാം. मुझे सुनने वाले आपसे एक वाणी कहता നമ്മുടെ हूं, ദൈവം ഗ്യാദർ ചെയ്യുന്ന ദൈവമാണ്. हमारा परमेश्वर इकट्ठा करने जो वाला तितर परमेश्वर है. फितर हो गया, ചിതറി കിടക്കുന്ന ജനത്തെ सबको प्रभु साथ में लाने वाला അവർ परमेश्वर है. ഒന്നിച്ചു കൊണ്ടുവരുന്ന क्या യഹോവയാണ്. आपका घर में ऐसे कोई परिस्थिति है? നിങ്ങളുടെ ഭവനത്തിൽ അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ? एक दूसरे से दूर चला गया, മറ്റു മാറി മാറി क्या നിൽക്കുന്ന तितर അവസ്ഥയുണ്ടോ? फितर हो गया अवस्था ചിതറി है? കിടക്കുന്ന प्रभु അവസ്ഥകളുണ്ടോ? का आत्मा कुछ लोगों को कह रहे, ദൈവാത്മാവ് ചിലരോട് പറയുന്നു, God want to gather परमेश्वर इकट्ठा those who कराना are चाहता है, scattered from you. जो तितर पितर हो अपना गए थे. परमेश्वर നമ്മുടെ ദൈവം एकता का परमेश्वर है. एक യൂണിറ്റിയുടെ ദൈവമാകുന്നു. ഒന്നിപ്പിക്കുന്ന ദൈവം നമ്മുടെ ദൈവം. एकता का परमेश्वर അവൻ है. ചിതറിക്കുന്നവനല്ല. वो तितर पितर कराता नहीं है. പിശാചി ചിതറിക്കുമ്പോൾ शैतान जब तितर पितर करवाता ചിതറിപ്പോയതിനെ है, കൂട്ടിവരുത്തുന്ന ഒരു കർത്താവ്, तितर पितर हुए लोगों को इकट्ठा करवाने वाला ചിതറിപ്പോയതിനെ परमेश्वर, കൂട്ടിവരുത്തുന്ന ഒരു കർത്താവ്. तितर पितर हुए लोगों को इकट्ठा എന്നിട്ട് करवाने ഈ वाला ചിതറിപ്പോയത് परमेश्वर, और ये जो भटके हुए लोग കൂട്ടിവരുത്തിയപ്പോൾ हैं, इकट्ठा कराने के വചനം बाद പറയുക, वचन कहता है, അവർ മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത ദേശത്ത് ഉഴന്നു നടന്നു. वे मरुभूमि में जहाँ पर लोग नहीं थे वहाँ पर वो അവർ भटकने അലഞ്ഞു लगे, നടക്കുകയാണ്. वो भटकने लगे. അവർക്കറിയത്തില്ല എങ്ങോട്ടാ वे പോകേണ്ടത്. नहीं जानते उन्हें कहाँ जाना है, ലക്ഷ്യം അറിയത്തില്ല. उन्हें उनका लक्ष्य नहीं पता, അടുത്ത ചുവടുവെട് വെക്കണം എന്നറിയത്തില്ല. अगला कदम किधर रखना है नहीं पता. ഹല്ലേലൂയ. हालेलुया. ലക്ഷ്യമറിയാതെ യാത്ര ചെയ്ത ആളുകളുടെ ഒരു സാഹചര്യം, അവസ്ഥ നിങ്ങൾക്കറിയാമോ? लक्ष्यहीन लोगों की परिस्थिति क्या आप समझ सकते हो? എവിടേക്കാ പോകേണ്ടതെന്ന് അറിയത്തില്ല. कहाँ जाना है उन्हें पता ഇന്ന് नहीं. രാവിലെ മുതൽ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത അതാണ്. आज सुबह से मेरे मन में आने वाली चिंता है ये, ഇരുട്ട് കണ്ണുകളെ മൂടി अंधकार आंखों को
ढक दिया, ഇരുട്ട് കണ്ണുകളെ മൂടി. अंधकार आंखों को ढक വഴി दिया, നിറയെ ഇരുട്ടാണ്, रास्ता पूरा अंधकार से भरा है, ചുറ്റും മേഘമാണ്, पूरा चारों ओर काला बादल है, എവിടേക്ക് പോകുന്നെന്ന് അറിയത്തില്ല. कहाँ जाना पता नहीं। എന്തൊരു കഷ്ടകരമായ ये അവസ്ഥയാണ്. बहुत ही भयंकर अवस्था പല है। മനുഷ്യരുടെയും ജീവിതാവസ്ഥ അതാ കേട്ടോ. ये बहुत लोग की अवस्था ऐसी है, അവർക്ക് ലക്ഷ്യം അറിയത്തില്ല, उनका लक्ष्य उन्हें पता नहीं, എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയത്തില്ല, कहाँ जाना उन्हें पता नहीं, അടുത്ത ചുവട് എവിടെ വെക്കേണ്ടതെന്ന് अगला कदम അറിയത്തില്ല. कहाँ रखना उन्हें पता नहीं। ആർ യു ഗോയിങ് ത്രൂ ദാറ്റ് സിറ്റുവേഷൻ? क्या आप ऐसी परिस्थिति से गुजर रहे हो? ഇന്ന് പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി പറയുകയാണ്, आज पवित्र आत्मा किसी को देखकर कहता है, Amen. വഴിയറിയാതെ അലയുന്ന ചിലരുണ്ട്. जो ऐसे कुछ लोग जो अपना लक्ष्य नहीं जानते, അടുത്ത ചുവട് ऐसा എവിടെ भटकने वाले, വെക്കണമെന്ന് അറിയാതെ ഉഴലുന്ന ചിലരുണ്ട്. अगला कदम कहाँ रखना है ऐसा नहीं जानने वाले कुछ लोगों ചിതറിപ്പോയതിനെ से। കൂട്ടിച്ചേർക്കുന്ന तितर पितर हुए वालों को इकट्ठा करवाने वाला യേശു यहोवा കർത്താവേ, यीशु मसीह ചിലതിനെ കൂട്ടിച്ചേർക്കാൻ പോവുകയാണ്. कुछ लोग को इकट्ठा कराने जा रहा है। ഹല്ലേലൂയ. हालेलुया। സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എൻ്റെ. ഓ സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി തൻ ഭുജബലത്താൽ നിത്യം നടത്തും അവൻ. ഓ അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി തൻ ഭുജബലത്താൽ നിത്യം നടത്തും അവൻ. ഓ യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലേക്ക് ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമൻ യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമൻ യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. നല്ലിടയനായ നല്ലിടയനായ യേശുനാഥൻ എന്നെ നിരന്തരമായി വഴി നടത്തിയിടും. ഓ നല്ലിടയനായ യേശുനാഥൻ എന്നെ നിരന്തരമായി വഴി നടത്തിയിടും. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി തൻ എന്നെ നടത്തും അവൻ. ഓ അവൻ എന്നെ അണച്ചു, എന്നെ നടത്തും. ഓ യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലേക്ക് ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. സമാധാനമില്ലാതെ സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി തൻ ഭുജബലത്താൽ എന്നെ നടത്തും അവൻ. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി തൻ ഭുജബലത്താൽ എന്നെ നടത്തും ആമേൻ. അവൻ. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞപ്പോൾ, शांति के बिना जब मैं भटक रहा വഴിയറിയാതെ था, ഞാൻ അലഞ്ഞപ്പോൾ, जब मुझे रास्ता नहीं मालूम था, मैं वैसा जब भटक യേശു रहा എൻ്റെ था, അടുക്കലേക്ക് വന്നെന്ന്, यीशु मेरा करीब आया, ഒരു നല്ല ഇടയനായിട്ട് വന്നെന്ന്. एक अच्छा चरवाहा बनकर आया। യെഹെസ്കേലിന്റെ പുസ്തകം 34 അധ്യായത്തില് एहस्केल 34वें आयत में 34 ഒരു നല്ല ഇടയനെ നമ്മൾ കാണുന്നുണ്ട്. 34वें आयत में एक अच्छा ഇടയനെ चरवाहा को, കുറിച്ച് എന്താ പറയുന്നറിയാമോ? उस चरवाहे के बारे में क्या कहा है? കാറ്റും കോളും ഉള്ള ഒരു രാത്രിയിൽ, ऐसा रात एक आंधी तूफान से भरा हुआ था, കാറ്റും കോളുമുള്ള ഒരു രാത്രിയിൽ हवा से भरा हुआ, तूफान से भरा हुआ रात में ചിതറിപ്പോയ കുറെ ആടുകൾ, भटके हुए कुछ
भेड़ों के लिए ഹല്ലേലൂയ. അവ ചിതറിപ്പോയ സ്ഥലങ്ങളിൽ നിന്ന് അവരെ തിരിച്ച് ഗ്യാദർ ചെയ്യുന്ന ഒരു ഇടയൻ. भटके हुए तितर पितर हुई भेड़ बकरियों को इकट्ठा कराने वाला നമ്മുടെ परमेश्वर ഇടയന്റെ പ്രത്യേകത हमारा चरवाहा का खास സ്കാറ്ററായി പോയതിനെ तितर बितर हुए लोग തിരിച്ചു കൊണ്ടുവരുന്നവനാ. वापस लेकर आने वाला ഈ ദൂത് परमेश्वर। കേൾക്കുമ്പോൾ ദൈവാത്മാവ് ചില വ്യക്തികളോട് രണ്ട് കാര്യങ്ങൾ പറയുന്നു. पवित्र आत्मा किसी व्यक्ति से दो बातें कह रही है। ഒന്ന്, पहला, നിന്റെ മേൽ പറഞ്ഞ ശാപവാക്കുകൾ तेरे ऊपर कहा गया शाप की बातें അത് ഫലിക്കാതെ പോകട്ടെ. वो सफल ना होगी। ചിലരൊക്കെ നിങ്ങളെ ശപിച്ചിട്ടില്ലേ? कुछ लोग ने आपको देखकर श्राप നീ किया है ना, നന്നാകത്തില്ല, നീ ഗുണം പിടിക്കത്തില്ല. कि तू भला नहीं होगा, तेरे जीवन में अच्छा नहीं होगा। ആ ശാപങ്ങൾ നടക്കുകയില്ല. सारी श्राप आपके ऊपर നീ प्रबल ना ദൈവത്താൽ होगी। അനുഗ്രഹിക്കപ്പെട്ടവനെ. आप यहोवा से आशीषित है। നാട്ടുകാർ നിരന്ന് നിന്ന് ശപിക്കട്ടെ. दुनिया लोग कितने भी आपको श्रापित करें, ഒരുവിധപ്പെട്ട എല്ലാ ശാപവാക്കുകളും പറയട്ടെ. कुछ भी श्रापित कहने दे। ഹല്ലേലൂയ. हालेलुया। നീ തൂകിപ്പോകത്തില്ല. आप नष्ट नहीं होंगे। എന്നെയൊക്കെ ശപിച്ച ഒത്തിരി ആളുകളുണ്ട്. मुझे बहुत लोगों ने श्रापित किया है। അസൂയ കൊണ്ട് ശപിച്ചവരുണ്ട്, जलन के द्वारा श्राप, നേരിട്ട് ശപിച്ചവരുണ്ട്, ഞാൻ കേൾക്കാതെ ശപിച്ചവരുണ്ട്. सीधा मुंह पे भी श्रापित किया है और मेरे पीछे भी बहुत लोग ഒരു ने മനുഷ്യൻ എന്നോട് നേരിട്ട് പറഞ്ഞ ഒരു വാക്ക് एक व्यक्ति നേരിട്ട് പറഞ്ഞ ने मेरे मुंह पर देखकर इस प्रकार, നിന്നെ ദൈവം കീറിക്കളയും. तुझे परमेश्वर फाड़ ഞാൻ डालेगा। ഞെട്ടിപ്പോയി. ഇവ എന്താ പറയുന്നത്? നിന്നെ ദൈവം കീറിക്കളയെന്ന് പറഞ്ഞവരുണ്ട്. എന്നെ तुझे ദൈവം परमेश्वर കീറിക്കളയും. फाड़ डालेगा, ऐसे बोलने वाले लोग भी थे। നേരിട്ട് ശപിക്കുക, सीधा मुंह पर श्रापित करना, പക്ഷേ കീറിക്കളഞ്ഞില്ല. लेकिन परमेश्वर ने फाड़ नहीं डाला। എന്താ കീറിക്കളഞ്ഞത്? क्यों नहीं फाड़ डाला? ദൈവത്തിന്റെ വചനം പറയുന്നു, क्योंकि वचन कहता है യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനാണെങ്കിൽ यहोवा से आशीष है तो ഹല്ലേലൂയ, ആ ഹല്ലേലൂയ. ശാപങ്ങൾ നിന്റെ മേൽ ഫലിക്കും. वो श्राप तुझ पर प्रबल नहीं होगा। അങ്ങനെ കീറിക്കളയണമെന്ന് ആഗ്രഹിച്ചവരുണ്ട്. ऐसे फाड़ डालने के लिए इच्छा रखे हुए लोग നിങ്ങളിൽ बहुत ചിലരെ हैं। അങ്ങനെ ശപിച്ച ശാപവാക്കുകളുണ്ടെങ്കിൽ ऐसे आप लोगों को किसी ने श्राप किया हुआ, कुछ श्रापित बातें हैं तो ദൈവാത്മാവ് ചിലരെ നോക്കി പറയും, അങ്ങനെയൊക്കെ ശപിച്ച ചില വ്യക്തികൾ ഇവിടെ ഇരിപ്പുണ്ട്. पवित्र आत्मा स्पष्ट तौर से कह रही कि ऐसे कुछ लोग यहाँ पर बैठे हैं जिनके ऊपर वो श्राप की बातें पड़ी है। പേടിക്കണ്ട, लेकिन डरो मत, പേടിക്കണ്ട. डरो मत। ബിലിയാം ശപിക്കാനാ വന്നത് കേട്ടോ. बिलियाम श्राप करने के लिए आया था, ബിലിയാം ശപിക്കാനാ നോക്കിയത്. बिलियाम श्रापित करने के लिए आया था, പക്ഷെ ബിലിയാം പറയുക, लेकिन बिलियाम कहता है ഇതൊന്നും യാക്കോബിന്റെ മേൽ ഫലിക്കത്തില്ലെന്ന്. ये याकूब पर सफल नहीं होगा, കാരണം ഇവൻ രാത്രി മുഴുവൻ ദൈവത്തോട് മല്ല് കെട്ടി അനുഗ്രഹം പ്രാപിച്ചവൻ. क्योंकि इसने रात भर मल्ल युद्ध करके आशीष को प्राप्त നീ किया है। മല്ല് കെട്ടി അനുഗ്രഹം പ്രാപിച്ചവനാണ്. यदि आपने मल्ल युद्ध करके आशीषों को प्राप्त किया ദൈവം है നിന്റെ तो പേര് മാറ്റിയവനാണ്. परमेश्वर ने आपका नाम നീ बदला है तो ഇസ്രായേലാണെങ്കിൽ अगर आप इस्राएल है, ഇസ്രായേലിനെ നിർമ്മിച്ച കർത്താവ് इस्राएल का रचने वाला ഹല്ലേലൂയ നിന്നെ നോക്കി പറയുക, आपको देखकर कह रहा है തൂകിപ്പോകത്തില്ല, आप नष्ट നീ नहीं എരിഞ്ഞു होगे, പോകത്തില്ല, आप भस्म नहीं होगे, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല. अग्नि की ज्वाला तुझे जलाएगी नहीं। രണ്ടാമത്തെ ഒരു ദൂത്, दूसरी एक वाणी, ചിതറിപ്പോയ ചിലതിനെ ദൈവം കൂട്ടിയണക്കട്ടെ. तितर पितर हुए कुछ लोगों को ഒന്ന് परमेश्वर പ്രാർത്ഥിച്ചാട്ടെ. इकट्ठा ചിതറിപ്പോയിട്ടുണ്ടോ? कराए। प्रार्थना करें, क्या നമ്മുടെ तितर ദൈവം पितर हुआ ചിതറിക്കുന്ന है? ദൈവമല്ല. हमारे परमेश्वर तितर पितर करवाने കാറ്റും वाला കോളുമുള്ള परमेश्वर ഒരു नहीं। രാത്രിയിൽ, आंधियों से भरा हुआ एक रात को, കാറ്റും കോളുമുള്ള ഒരു രാത്രി ഒന്ന് आंधी സങ്കല്പിച്ച്. और रात भरा हुआ एक रात में ഒരു കൂട്ടം ആളുകൾ രാത്രിയിൽ നടക്കുക, സഞ്ചരിക്കുക. एक झुंड लोग रात में चल रहे हैं പെട്ടെന്ന് കാറ്റടിക്കാൻ തുടങ്ങി. और जल्दी से ही हवा आने കയ്യിലുള്ള लगा, വിളക്കുകൾ കെട്ടു. हाथ में जो दियाएं थी वो बुझ गई പെട്ടെന്ന് കോള് എന്താ പറയുന്നത്, ഹല്ലേലൂയ, മഴ പെയ്യാൻ തുടങ്ങി. और जल्दी से ही बारिश होने लगा ഈ കൂട്ടം ചിതറിപ്പോയി കേട്ടോ. और ये जो लोग थे इकट्ठे होते वो भटक നാല് गए। വഴിക്കായി പോയി. चार रास्ते में वो പക്ഷെ तितर ആ पितर हो രാത്രിയിൽ गए। ഒരു ഇടയൻ ഇറങ്ങി വരിക. लेकिन उस रात को एक चरवाहा उतर ഇടയന്റെ आता है। കയ്യില് ഒരു വിളക്കുണ്ട്. उस चरवा के हाथ में एक दिया അവൻ है, അന്വേഷിക്കുകയോ എന്റെ ആടുകൾ എന്തിയെ. वो अपनी भेड़ों को ढूंढ रहा है। ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറയുന്നു, आज के इस दिन पवित्र आत्मा കാറ്റും कह रही കോളുമുള്ള है, രാത്രിയിൽ നിന്റെ കുടുംബത്തിൽ നിന്ന് താറുമാറായി പോയ, തട്ടിമാറ്റിയ, ചിതറിപ്പോയത് ചിലത്. അത് ആ സമയമായിരുന്നു കേട്ടോ. आमेन। पवित्र आत्मा इस प्रकार से कह That रही है, was the ऐसे रात में, darkest night in your life. रातों की जीवन तेरा परिस्थिति से भरा That कुछ was चीज the तितर darkest पितर night हुआ in था। your life. वो आपके जीवन का अंधकार भरी നിന്റെ हुई रात ജീവിതത്തിലെ थी। ഏറ്റവും ഇരുട്ട് നിറഞ്ഞ രാത്രിയായിരുന്നു. वो आपके जीवन का सबसे अंधकार പക്ഷെ भरी रात പരിശുദ്ധാത്മാവിൽ थी। നീ പറഞ്ഞാട്ട്, लेकिन तू पवित्र आत्मा में कहे, കർത്താവ് ചിതറിക്കുന്നവനല്ല, परमेश्वर तितर पितर करवाने അവൻ वाला परमेश्वर കൂട്ടിച്ചേർക്കുന്നവനാ. नहीं, वो इकट्ठा कराने वाला എന്നിൽ നിന്ന് परमेश्वर നഷ്ടപ്പെട്ടതിനെ, है। जो मुझसे नष्ट हो the गया things था, which are stolen from me, जो मुझसे चुरा कर ले God गया is going to था, bring back into my
my life. परमेश्वर मेरे जीवन में वापस മടക്കി തരാൻ പോകുകയാ. वो वापस देने എന്റെ वाला है നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങളെ, जो मुझसे नष्ट हो गया എന്റെ था, നഷ്ടപ്പെട്ട തലമുറയെ, जो मुझसे नष्ट हुई എന്റെ पीढ़ी, നഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ नष्ट होने वाली मेरी जीवन का संगी, हालेलुया, जीवन साथी को, मेरे जीवन मेरे साथी बच्चों भी, को, എന്റെ जो मेरे തലമുറയെ, जीवन से दूर चला गया, എന്റെ വിട്ട് അകലേക്ക് പോയി, प्रभु इस दिनों में वापस लौटा के लाने वाला है. ഈ ദിവസങ്ങളിൽ കർത്താവ് മടക്കി My God is not a God who scatters but he gathers. मेरा परमेश्वर तितर बितर करवाने वाला परमेश्वर नहीं, लेकिन वो इकट्ठा करवाने वाला परमेश्वर है. I know. हालेलुया, मैं जानता हूँ, मैं ഇത് जानता हूँ ആരോടൊക്കെയാ പറയുന്നത്? ये किसकी ओर मैसेज जा रहा है. എനിക്കറിയാം പരിശുദ്ധാത്മാവ് ചിലരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുക, पवित्र आत्मा किसी के ऊपर स्पष्ट तौर से बोल रही ഇത് है. ഇന്ന വ്യക്തിക്കുള്ള ये സന്ദേശമാണ്. इस व्यक्ति का संदेश है. നിങ്ങളുടെ മേലുള്ള ചില ശാപങ്ങൾ മാറിപ്പോകട്ടെ. आपके ऊपर कुछ श्राप है, ആ हटने ശാപം दे. ഇനി നിൽക്കത്തില്ല. वो श्राप अब नहीं നീ रहेगी. പേടിക്കണ്ട, നീ പേടിക്കണ്ട, आप ഡरो मत, डरो मत, പേടിക്കണ്ട. डरो ഹൽമ मत. ലമ ശകന റംശൽക പ്രാർത്ഥിച്ചാട്ടെ. प्रार्थना करें. ഓ പ്രാർത്ഥിച്ചാട്ടെ. തോമസ് അങ്കിളുടെ വീട്ടിൽ വെച്ച് ഞങ്ങൾ ആ പാട്ട് പാടിയായിരുന്നു. पिछले दिनों में थॉमस अंकल के घर पर हम उस गीत को गाए थे. യേശുനാഥനോട് ചേർന്നു ഞാനിതാ. നല്ലൊരു പാട്ടാ, പഴയ മലയാള പാട്ടാ. ഹല്ലേലൂയ. ഇതിനകത്ത് ഒരു വരി ഇങ്ങനെയാണ്, उसमें का लाइन इस पंक्ति इस प्रकार से है. കരുത്തനാം അവൻ കരത്തിനാൽ പിടി ഒന്നുമേതുമേ ഭയം നീടാൻ, വിരുദ്ധമായി വരുന്നതൊന്നുമേതുമേ ഭയം നീടാൻ. ഇതെന്തു ഭാഗ്യം യേശുനാഥനോട് ചേർന്നു ഞാനിതാ. കരുത്തനായിട്ട് ഒരുത്തൻ എന്റെ കരം പിടിച്ചിരിക്കുക. एक बलवंत व्यक्ति ने मेरे हाथ को थाम लिया है. അതുകൊണ്ട് ഒരുത്തനും എന്നെ പിടിച്ച് വേർതിരിക്കാൻ പറ്റില്ല. इसके लिए कोई और व्यक्ति मुझे पकड़कर No अलग नहीं कर power can सकता. scatter you. कोई ताकत आपको तितर-बितर No नहीं power कर can सकती. scatter you. कोई ताकत आपको He is तितर-बितर holding नहीं your कर सकती. right hand. वो आपके दाहिने हाथ को Hey पकड़ा child of है. God, Jesus is holding your right hand. परमेश्वर के संतानों, आपके दाहिने No हाथ को power on the परमेश्वर पकड़ा face है. can scatter your life. कोई भी ताकत आपको पकड़ के अलग नहीं कर सकती. അതുകൊണ്ട് വിരുദ്ധമായി വരുന്നത് ഒന്നിനെയും ഏതിനെയും ഭയപ്പെടണ്ട. इसके लिए आपके विरुद्ध में जो भी आता है, कोई भी आता है, उसे डरने की जरूरत नहीं. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ട് പോടാ, आपके പേടിക്കണ്ട. बाजू वाले बैठने के हाथ देकर कहे कि डरो मत. നിനക്കെതിരെ വരുന്ന ശാപത്തെ പേടിക്കണ്ട. आमेन. तेरे विरुद्ध में आने वाले श्राप को तो डर मत. നിനക്കെതിരെ വരുന്ന ആഭിചാരത്തെ പേടിക്കണ്ട. आपके विरुद्ध में आने वाले कोई भी जादू टोना को आप നിനക്കെതിരെ डरो വരുന്ന मत. ഒരായുധത്തെയും പേടിക്കണ്ട. आपके विरुद्ध आने वाली कोई भी हथियार को ഞാൻ आप डरो ആത്മാവിൽ मत. കാണിക്കാൻ, നിങ്ങളിൽ ചിലരുടെ ജീവിതത്തെ പിശാച് സ്കാറ്റർ ചെയ്തു. मैंने आत्मा में देख रहा हूँ कि शैतान ने आपके किसी के ഈ जीवन को ദോഷങ്ങൾ तितर-बितर ദൈവം അതിനെ करवाया ഗ്യാദർ था. ചെയ്യാൻ പോകുകയാണ്. लेकिन परमेश्वर उसे इकट्ठा करवाने ദൈവം वाला അതിനെ है. റീബിൽഡ് ചെയ്യാൻ പോകുകയാണ്. परमेश्वर को रीबिल्ड करने वाला है. ഒരു ഇടയൻ ഇറങ്ങിക്കഴിഞ്ഞു. एक चरवाहा उतर चुका ഒരു है. ഇടയൻ ഇറങ്ങിക്കഴിഞ്ഞു. एक चरवाहा उतर കാറ്റും चुका കോളുമുള്ള है. രാത്രിയിൽ അവൻ आंधी ഇറങ്ങിക്കഴിഞ്ഞു. तूफान से भरी रात में ओ, उतर ഒരു चुका ഇടയൻ है. ഇറങ്ങിക്കഴിഞ്ഞു. एक चरवाहा उतर चुका തിരമാല है. അടിച്ചുയരുമ്പോൾ, जब आंधी तूफान കാറ്റടിക്കുമ്പോൾ, लहरें बढ़ती है, जब हवाएं बढ़ती है, ഇരുട്ടിൽ ചിതറിക്കാൻ ശ്രമിക്കുമ്പോൾ अंधकार में जब तितर ഒരു ഇടയൻ ഇറങ്ങി. एक चरवाहा He उतर is चुका searching है. for the scattered one. वो तितर पितर हुओं को ढूंढ रहा है. നിങ്ങൾക്കറിയാമോ, क्या आप जानते हो, യേശുവിന്റെ ശിഷ്യന്മാർ ആ വള്ളത്തിൽ കയറി അക്കരയ്ക്ക് പോകുക. यीशु के चेले लोग पानी पर नाव पर भयंकर चढ़कर काटुम उस कोलुमुള്ള किनारे ഒരു जा രാത്രി. रहे थे. काफी आंधी तूफान से One of भरा the हुआ darkest रात. nights in their life. उनके जीवन के सबसे अंधकार भरी हुई One of रातें. the darkest nights in their life. उनके जीवन के सबसे अंधकार भरी हुई रातें. തടാകത്തിന്റെ നടുക്ക് വന്നിട്ട് ഈ വള്ളം ഇങ്ങനെ കറങ്ങുകയാണ്. झील के बीच में आकर ये जो नाव है वो ऐसा चक्कर मार മരുഭൂമിയിൽ रहा है. ഉഴന്നു നടന്നു. मरुभूमि पर वो ഈ भटके घूमे. പണ്ടൊക്കെ നമ്മുടെ കേരളത്തില് पुराने जमाने में हमारे केरला में ഓണത്തിനൊക്കെയുള്ള കളികൾ ഉണ്ടായിരുന്നു. ओणम में से कई प्रकार के खेल ഇതിനകത്തൊരു होते हैं. കളിയായി ഇത് കലം തല്ലി പൊട്ടിക്കുന്ന കളി കണ്ടിട്ടില്ലേ? उसमें खेल है ऊपर मटका को तोड़ने वाला. കലം തല്ലി പൊട്ടിക്കുന്ന ഒരു കളി ഉണ്ടായിരുന്നേ. मटका को तोड़ने वाला. ഉറിയടിയോ? ഓക്കെ. അപ്പൊ എന്താ പരിപാടി എന്നറിയാം? क्या है ഇവന്റെ उसका? കണ്ണ് കെട്ടിയിട്ട്
आंख को बांध നേരത്തെ कर കണ്ടു വെച്ചിട്ടുണ്ട് എവിടെ കലം കെട്ടി തൂക്കിട്ടേക്കുന്നത്. पहले देखा है कि कहाँ पर मटका है. ഇവന്റെ കണ്ണ് കെട്ടിയിട്ട് आंख बांध कर കൊണ്ടുവരുന്ന ആൾ ഇവനെ പിടിച്ചൊന്ന് വട്ടം കറക്കും. लेकर आने वाला व्यक्ति उसे അതോടെ അവന്റെ പ്ലാൻ घुमा പദ്ധതി देता എല്ലാം है പോകും. और वो जो सोच कर रखा था सब उड़ जाता കറക്കി है. നിർത്തിയേക്കുന്നത് घुमा के खड़ा कराने के കളത്തിന്റെ बाद ഏകദം അലക ദിശയിലേക്കാ. और एकदम अलग जगह पर खड़ा करा പിന്നെ देता അവൻ അങ്ങോട്ടങ്ങ് പോകും. है. फिर वो वहां चले അവൻ ആ जाते നാട് മുഴുവൻ നടന്നടിക്കും അല്ലേ? वो गांव पूरा घूम कर मारने लगता നമ്മൾ है. പലരുടെയും സിറ്റുവേഷൻ. हम में से कई लोग का अवस्था ഈ ये है. നടുക്ക് കൊണ്ടുവന്നിട്ട് ഒരു കറക്ക് കറക്കി. बीच में आकर एक घुमा ഇപ്പൊ दिया. കിഴക്കേതാ പടിഞ്ഞാറേതാന്ന് ഒരു പിടിയുമില്ല. अभी कौन सा दिशा कुछ अंडा। पता नहीं. കണ്ടോ? സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് समुद्र में से जो यात्रा करते हैं, ഹല്ലേലൂയ, കാറ്റും കോളുമുള്ള രാത്രിയിൽ आंधी तूफान से भरा हुआ रात ദിശ में അറിയാൻ പറ്റുമോ? क्या दिशा हम समझ ഇന്നത്തെ सकते हैं? കാലത്ത് വടക്ക് നോക്കി യന്ത്രമൊക്കെ ഉണ്ട്. अभी तो हमारे पास इंस्ट्रूमेंट्स है जानने ഇന്നത്തെ का. കാലത്ത് സംവിധാനങ്ങളുണ്ട്. अभी हमारे पास പക്ഷെ इंस्ट्रूमेंट्स അന്നത്തെ है. കാലത്ത് എങ്ങനെയാണെന്നറിയോ? लेकिन उस जमाने में कैसा होता था? റോബിൻ ബ്രദർ ഉണ്ട്, സ്ഥിരമായിട്ട് കടലിൽ പോകുന്ന ആളാണ്. रोबिन ब्रदर है यहाँ पे നല്ല जो കാറ്റും हमेशा കോളുമായി കഴിഞ്ഞാൽ जब अच्छा आंधी അന്നത്തെ കാലത്ത് तूफान आ സ്റ്റാർസ് जाती ആണ് ഉപയോഗിക്കുന്നത് അല്ലേ? तो नक्षत्र तारों को देखते हैं. പോളാർ സ്റ്റാർ ഉണ്ട്. പോളാർ സ്റ്റാർ നോക്കിയാൽ അറിയാൻ പറ്റും അത് ഏത് ഡയറക്ഷൻ ആണെന്ന് അറിയാൻ പറ്റും. पोलर So they can- स्टार को देखते हैं അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഡയറക്ഷനിലാണ് ഞങ്ങൾ പോകുന്നത്. और वे समझते हैं कि हम इस दिशा की ओर बढ़ അല്ലാതെ रहे हैं. കടലിനകത്ത് സൈൻ ബോർഡ് വെച്ചിട്ടുണ്ടോ? क्योंकि समुद्र के अंदर तो साइन बोर्ड नहीं रखा है. അല്ല, ലക്ഷണങ്ങളാ കാണുന്നത്. लक्षणों को देखते हैं. ലക്ഷണങ്ങൾ, കരയുടെ ലക്ഷണങ്ങൾ. समुद्र की लक्षणों को കര देखते हैं. അടുക്കുമ്പോൾ അറിയാം. जब किनारे आते हैं तो पता ഇന്ന് चलता കാലത്ത് है. പെട്ടെന്ന് അറിയാം. പണ്ടത്തെ കാലത്ത് അത്ര പോലും പറ്റത്തില്ല. പക്ഷേ ഇന്ന് आजकल के കാലത്ത് പെട്ടെന്ന് जमाने में അറിയാം. वो जल्दी समझ आता ഇന്ന് है. കാലത്ത് എങ്ങനെ അറിയുന്നത്? आज के ആ जमाने में കര कैसे അടുക്കുമ്പോൾ समझ കുറെ आता है? പ്ലാസ്റ്റിക് ഒക്കെ ഇങ്ങോട്ട് ഒഴുകി വരും. जैसे किनारा पहुंचता है तो कुछ प्लास्टिक അപ്പൊ वस्तु നമ്മൾ है, പറയും കര അടുത്തെന്ന് കേട്ടോ. तो हम समझते हैं कि किनारा आ അങ്ങനെയൊക്കെ गया. അന്നത്തെ കാലത്ത് എന്തെങ്കിലുമൊക്കെ ഒഴുകി വരും. तो पुराने जमाने में That कुछ ना shows, कुछ അത് बह कर കാണിക്കുന്നത് आता കരയോട് था. അടുത്തെന്നാണ് കാണിക്കുന്നത്. वो ये दर्शाता है कि പക്ഷെ किनारा കാറ്റും पहुंच കോളുമുള്ള गया. രാത്രിയിൽ लेकिन आंधी तूफान से ഒരു भरा हुआ रात, ലക്ഷണവും കാണാത്ത രാത്രിയിൽ ऐसे रात जो एक लक्षण भी नहीं दिख रही है, കിഴക്കോട്ടാണ് പടിഞ്ഞാറോട്ടാണ് പോകുന്നത് അറിയാത്ത രാത്രിയിൽ पूरब जा रहा है पश्चिम जा रहा है, उन्हें पता വഴി भी नहीं, അറിയാതെ ഉഴന്ന് നടക്കുന്ന രാത്രിയിൽ रास्ता नहीं पता, वैसे നീയല്ല घूमने वाले തിരമാലകൾ रात में, നിന്നെ കൊണ്ടുപോകുന്ന രാത്രിയിൽ तू नहीं लहरें तुझे लेकर जाने वाली रात को ആരെങ്കിലും അങ്ങനെ ലക്ഷ്യമില്ലാതെ പോകുന്നുണ്ടെങ്കിൽ ऐसा कोई भी अगर बिना लक्ष्य ഇനി का അടുത്ത चल ചുവട് रहा എവിടെ है तो വെക്കണ്ടെന്ന് അറിയാതെ നിൽക്കുന്നെങ്കിൽ अगला कदम कहाँ रखना ഇന്ന് है वो രാത്രികാലം मालूम नहीं है പകൽക്കാലം പരിശുദ്ധാത്മ പറയുക तो पवित्र आत्मा आपसे ഒരു कह रही ഇടയൻ है, ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. एक चरवाहा उतर चुका है. ചിതറിയുന്നതിനെ ചേർക്കാൻ ഒരു ഇടയൻ ഇറങ്ങിയിട്ടുണ്ട്. तितर पितर वालों को വഴി इकट्ठा അറിയാത്തതിനെ करने के लिए, जिसका കാറ്റും रास्ता കോളുമുള്ള नहीं मालूम, രാത്രിയിൽ आंधी तूफान से भरा हुआ ചേർക്കാൻ रात ഒരു में ഇടയൻ ഇറങ്ങിയിട്ടുണ്ട്. इकट्ठा कराने के लिए കരങ്ങളെ चरवाहा ശക്തമായി उतर അടിച്ച് चुका है. കർത്താവിനെ സ്തുതിച്ചട്ടെ. हाथ ताली बजाकर യെഹെസ്കേൽ 34:11. एहezकेल 34 का 11, യെഹെസ്കേൽ 34:11. एहezकेल 34 का 11, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, परमेश्वर यहोवा यो कहता है, ഞാൻ തന്നെ देखो मैं എന്റെ ही ആടുകളെ തിരഞ്ഞു നോക്കും. अपनी भेड़ बकरियों को Oh ढूंढूंगा. my God, hallelujah. Hallelujah. സ്വർഗ്ഗത്തിലെ ദൈവം പറയാ, स्वर्ग का यहोवा ഞാൻ कहता है, എന്റെ ആടുകളെ തിരഞ്ഞ് ഇറങ്ങുമെന്ന്. मैं मेरे भेड़ बकरियों को ढूंढने के लिए ചിതറിപ്പോയതിന്റെ निकलूंगा. പിന്നാലെ ഞാൻ ഇറങ്ങുമെന്ന്. तितर पितर हुए के पीछे मैं निकलूंगा. വേറെ ആരും തിരഞ്ഞു വന്നില്ലെങ്കിലും कोई और तुझे ढूंढ कर नहीं आएगा. യേശു हालेलुया. കർത്താവ് ഇറങ്ങുമെന്ന്. यीशु उतर कर യേശു आएगा. കർത്താവ് ഇറങ്ങുമെന്ന്. यीशु उतर कर आएगा. ഇടയനായ യേശുനാഥൻ आमेन. हालेलुया. खरवशतुना വഴി നടത്തും. खरवशतुना നല്ലിടയനായ യേശുനാഥൻ എന്നെ നിരന്തരമായി വഴി നടത്തിയിടുന്നു. അവൻ എന്നെ നയിച്ചു, അവൻ എന്നെ താങ്ങി. അങ്ങനാണോ ആ പാട്ട്? ഹല്ലേലൂയ. ഒന്നുകൂടെ ലിറിക്സ് എടുത്തൊന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. അങ്ങനാണ് എനിക്ക് തോന്നുന്നു. അതിനകത്ത് ഇങ്ങനെ ഒരു വഴിയുണ്ട്. അവൻ എന്നെ ശാസിക്കും, അവൻ എന്നെ ശിക്ഷിക്കും, അല്ലേ? തന്നെ അടി അല്ലെ? അങ്ങനെ ഒരു വഴി ഇല്ലേ? തൊണ്ടോ പാസ്റ്റർമാർ കുറച്ച് പേരുണ്ടല്ലോ. ഉണ്ടല്ലോ. നമുക്ക് ഈ ശാസിക്കും ശിക്ഷിക്കുന്നു പാടാൻ ഇഷ്ടമല്ല കേട്ടോ. നമുക്ക് ഇടേന്റെ ഉമ്മ മാത്രം മതി. हमें ये पसंद नहीं है गाना की, അതുകൊണ്ട് നമ്മൾ മനഃപൂർവ്വം അതങ്ങ് വിട്ടുകളയും. वो हमें डांटता है, गाना पसंद नहीं है, इसके लिए हम उस पंक्ति को छोड़ देते हैं. എങ്ങനെയാണ്? അവൻ എന്നെ वो हमें डांटता भी है. അവൻ എന്നെ ശിക്ഷിച്ചു, കൂടി കീഴിൽ എന്നെ നിത്യം നടത്തിയിടുന്നു. ഓ യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം
എൻ ജീവിതത്തിലേക്ക് ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. സത്യകയ്യേ ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം. എനിക്കെത്ര ഓ നല്ലിടയനായ യേശുനാഥൻ നിരന്തരമായി എന്നെ വഴി നടത്തും. ഓ നല്ലിടയനായ യേശുനാഥൻ നിരന്തരമായി എന്നെ വഴി നടത്തും. അവൻ എന്നെ ശാസിച്ചും അവൻ എന്നെ ശിക്ഷിച്ചും കൊടിക്കീഴിൽ എന്നെ നിത്യം നടത്തും. അവൻ എന്നെ ശാസിച്ചും അവൻ എന്നെ ശിക്ഷിച്ചും തൻ കൊടിക്കീഴിൽ എന്നെ നിത്യം നടത്തും. ഓ യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേക്ക് ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. ഓ സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു. ഓ സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു. അവൻ എന്നെ അടച്ചു, അവൻ എന്നെ താങ്ങി ഭുജബലത്താൽ എന്നെ നടത്തും. അവൻ എന്നെ അടച്ചു, അവൻ എന്നെ താങ്ങി തൻ ഭുജബലത്താൽ എന്നെ നടത്തും. അവൻ ഓ യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേക്ക് ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. ഹല്ലേലൂയ. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞപ്പോൾ शांति के बिना जब मैं भटक യേശുവിന്റെ रहा था, അടുക്കൽ വന്നെന്ന് यीशु मेरे करीब आया, അവൻ എന്നെ അണച്ചു, उसने मुझे തന്റെ पास लिया, മാർവിൽ എന്നെ ചേർത്തു. मेरे सीने में लगाया. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ കഥയാകട്ടോ. हमारे जीवन की कहानी है. യെശയ്യാവ് 40 പറയുന്നത് പോലെ यशायाह 40 में जिस प्रकार से कहा है, ഹല്ലേലൂയ, നല്ല ഇടയനാ. अच्छा चरवाहा. യെശയ്യാവ് 40 എന്താ പറഞ്ഞത്? यशायाह 40 में क्या അവൻ कहा है? കുഞ്ഞാടുകളെ वो मेमना को തോളിലെടുക്കുന്ന, अपने कंधे पर उठाता है. നടക്കാൻ പ്രാപ്തിയില്ലാത്ത കൊച്ചാടുകളുണ്ടല്ലോ, जो चल नहीं सकता, इड़ेने वैसे कुछ कंडिटिल्ले. छोटी छोटी मादा है, മിക്കവാറും ഇടയന്റെ തോളത്ത് ഒരു ആട് കാണും. उसके कंधे पर हमेशा एक मेमना. അതാരാന്നറിയാമോ? वो कौन है मेमना? കൂട്ടത്തിലെ ഏറ്റവും വീക്കസ്റ്റാ. सबसे कमजोर भेड़ है. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത്, इंग्लिश ट्रांसलेशन पर ऐसा ഇടയൻ लिखा है, കുഞ്ഞാടിനെ എടുത്ത് चरवाहा उस भेड़ को തന്റെ उठाकर ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന. अपने हृदय की ओर लगाता है. മൈ ഗോഡ്. हालेलुया. എടുത്തിട്ട് എവിടെ ചേർത്ത് പിടിക്കുന്ന? ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് उठाकर कहां पर लेता है? ഹൃദയത്തോട് ചേർത്ത് अपने പിടിക്കുന്നു. हृदय की ओर उसे लगाता है. അങ്ങനാണെങ്കിൽ अगर ऐसा है സഭയിലെ तो ഏറ്റവും വീക്കായിട്ടുള്ള വിശ്വാസിയെ कलीसिया का सबसे निर्बल കർത്താവ് विश्वासी തോളിലെടുത്ത് परमेश्वर कंधे पर ഹൃദയത്തോട് ചേർത്ത് उठाकर പിടിച്ചിരിക്കുക. हृदय के करीब रखता है. നമ്മുടെയൊക്കെ ചിന്ത, हमारी सोच, ദൈവം ആരെയാ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നത്? परमेश्वर किसको हृदय के करीब रखता വലിയ है? വിശുദ്ധന്മാരെ. बड़े बड़े पवित्र लोगों को. അങ്ങനെയല്ല നമ്മൾ ഇരിക്കുന്നത്, हम അല്ലയോ? ऐसा सोचते होंगे ना? അങ്ങനെയാണോ ചിന്തിക്കുന്നത്? क्या हम ऐसा നമ്മൾ सोचते ഇരിക്കുന്നത് हैं? പാസ്റ്റർ, ഞങ്ങളെ പോലുള്ളവരെ കർത്താവിന് വലിയ ഇഷ്ടമില്ല. हम सोचते हैं कि हम जैसे लोगों को परमेश्वर ज्यादा പിന്നെ नहीं വലിയ प्यार करता. വിശുദ്ധന്മാരുണ്ട് കേട്ടോ, फिर बहुत बड़े അവരെ पवित्र लोग കർത്താവ് ഇങ്ങനെ हैं, നെഞ്ചത്ത് ചേർത്ത് പിടിച്ചിരിക്കുക. उनको परमेश्वर പക്ഷെ अपने അങ്ങനല്ല सीने पर വചനം लगाया പറയുന്നത്. है. लेकिन ऐसा नहीं നടക്കുവാൻ वचन कहता है. ത്രാണിയില്ലാത്തതിനെ, जो चल नहीं सकता है, കടിച്ചു കീറിയതിനെ, जिसको फाड़ ക്ഷീണിച്ചു खाया പോയതിനെ है, जो कमजोर है, സ്നേഹിക്കുന്ന ഒരു ഇടയൻ, उसे प्यार करने वाला एक നെഞ്ചോട് चरवाहा, ചേർക്കുന്ന ഒരു ഇടയൻ, अपने सीने में लगाने वाला एक മാറോട് चरवाहा, അണയ്ക്കുന്ന ഒരു ഇടയൻ. अपने सीने में लगाने वाला एक चरवाहा. ആ സ്നേഹം, ആ സഹോദര സഹോദരി ഇന്ന് പകൽക്കാലം നീ वो അനുഭവിക്കുന്നു. प्रेम है भाई बहन, आज आप जो महसूस ഒരു कर रहे ഇടയനെ हैं, പോലെ എന്നെ നിന്നെ തേടി വന്നവൻ. एक चरवाहे के समान मुझे और आपको ढूंढ कर आया. ഹല്ലേലൂയ. हालेलुया. Thank you, Jesus. थैंक यू फादर. പിന്നെന്താ യെശയ്യാ പറഞ്ഞെന്നറിയാം? उसके बाद यशायाह ने क्या कहा? തള്ളയാടുകളെ പതിയെ നടത്തുമെന്ന്. जो बड़ी भेड़ है, जो माता भेड़ है, उसे धीरे चलाता है. നേഴ്സിംഗ് ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പാലൂട്ടുന്ന കുഞ്ഞുങ്ങളുള്ള ആടുകളെ പതിയെ നടത്തും. जो
जो दूध पिलाने वाली जो भेड़ होती है उसे धीरे കർത്താവിനറിയാം ആരെയൊക്കെ ഏത് സ്പീഡിൽ നടത്തണം. चलना। परमेश्वर जानता है किसको किस रफ्तार से ले चलना അല്ലേ? है। നമ്മളന്ന് എല്ലാത്തും ഒരുപോലെ ഇട്ട് ഓടിക്കും. हमें सबको एक समान കർത്താവ് അങ്ങനെ ചെയ്യത്തില്ല കേട്ടോ. परमेश्वर वैसा കർത്താവ് नहीं ഓരോരുത്തരുടെ ആരോഗ്യം കണ്ടേ ഓടിക്കത്തുള്ളൂ. परमेश्वर एक एक व्यक्ति की क्षमता को നിങ്ങൾ देखकर ആരും ही चलाता സങ്കടപ്പെടണ്ട. है। आप कोई दुखी मत हो। നിങ്ങൾ ചിലർ ക്ഷീണിതരായിരിക്കും. आप में से कुछ लोग कमजोर होंगे। കർത്താവ് തോളത്തെടുക്കും. परमेश्वर उसको अपने ചിലര് कंधे में ചിലര് लेगा। നടക്കാൻ വലിയ ആരോഗ്യമില്ലായിരിക്കും. कुछ लोग ज्यादा चल नहीं पाते हैं। തള്ളയാടുകളാ. वो माता भेड़े हैं। കർത്താവ് പറയും പതിയെ നടന്നാ മതി കേട്ടോ. परमेश्वर कहेगा धीरे चल। ഹല്ലേലൂയ. हालेलुया। പതിയെ നടന്നാ മതി കേട്ടോ. धीरे चलो। അല്ലേ? പിന്നെ ആരെ ഓടിക്കുന്നറിയാം? फिर किसे भगाता है? നമ്മുടെ പിള്ളേരെ പോലുള്ള ചെറുപ്പക്കാർ പറയും ഓടടാന്ന് പറയും. हमारे നിനക്കൊക്കെ नौजवान ഓടാനുള്ള സമയമാ. कि भागो, आपका दौड़ने ദൈവരാജ്യത്തിന് का समय। ഓടാനൊരു സമയമുണ്ട് കേട്ടോ. परमेश्वर का दौड़ने का एक समय है। കുറച്ച് കഴിയുമ്പോൾ പ്രഷർ പിടിക്കും, ഷുഗർ പിടിക്കും, ആർത്രൈറ്റീസ് പിടിക്കും, പിന്നെ ഓടാൻ നോക്കിയാൽ നടക്കത്തില്ല. കുഞ്ഞുങ്ങളെ ഓടുവാണെങ്കിൽ ഇപ്പൊ ഓടിക്കണം. अगर नौजवान है आपको परमेश्वर के साथ दौड़ना നിനക്ക് है നല്ല ആരോഗ്യമുള്ളപ്പോൾ കർത്താവിന് വേണ്ടി പ്രയോജനം. आप पूरी तंदुरुस्ती के साथ जब है तो परमेश्वर के लिए ചിലർ दौड़े। പറഞ്ഞു റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് ഞാൻ സുവിശേഷ വേലയ്ക്ക് പോകാന്ന്. कुछ लोग कहते हैं कि रिटायरमेंट होने के बाद അതെ, मैं सेवकाई 58-60 में വയസ്സാകുമ്പോൾ സുവിശേഷ വേലയ്ക്ക് പോകാന്ന്. 58-60 उम्र होने के बाद मैं സർക്കാരിന് सेवकाई में പോലും നിന്നെ निकलूंगा। വേണ്ടാത്ത സമയത്ത് പിന്നെ നീ സുവിശേഷ Amen, വേലയ്ക്ക് എന്തിനാ amen, പോകുന്നത്? amen, ഹല്ലേലൂയ. hallelujah. പോവുകയാണെങ്കിൽ നല്ല ആരോഗ്യമുള്ളപ്പം പോകണം. सरकार को भी आपको उस वक्त नहीं चाहिए तो आप क्यों उस समय ഓ परमेश्वर की सेवकाई के लिए സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു. ഓ സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്നാണ്. അവൻ Shall we എന്നെ stand up, sons of അണച്ചു, God? അവൻ എന്നെ താങ്ങി, ഭുജബലത്താൽ എന്നെ Choir, join with me. നടത്തും. Choir, ആയിയെ അവൻ സാമേ. എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി, തൻ ഭുജബലത്താ എന്നെ നടത്തും അവൻ. ഓ യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേക്ക് ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഓ നല്ലിടയനായ യേശുനാഥൻ നിരന്തരമായി എന്നെ വഴി നടത്തും. ഓ നല്ലിടയനായ യേശുനാഥൻ നിരന്തരമായി എന്നെ വഴി നടത്തും. അവൻ എന്നെ ശാസിക്കും, അവൻ എന്നെ ശിക്ഷിക്കും, കൊടിക്കീഴിൽ എന്നെ നിത്യം നടത്തുന്നു. അവൻ എന്നെ ശാസിച്ചും, അവൻ എന്നെ ശിക്ഷിച്ചും, കൊടിക്കീഴിൽ എന്നെ നിത്യം നടത്തും. യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേക്ക് ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. അലഞ്ഞു നടക്കുക കേട്ടോ, അലഞ്ഞു നടക്കുക. अभी भटका हुआ है। പിശാച് കൊണ്ടുവന്ന് നടുക്ക് കൊണ്ടുവന്നിട്ട് വട്ടം കറക്കി വിട്ടേക്കുക. शैतान उसे बीच में ले जाकर ഇപ്പൊ എങ്ങോട്ടാ घुमा कर പോകുന്നത് छोड़ അറിയത്തില്ല. दिया। उसे पता नहीं कहाँ जाना है। കാറ്റും കോളുമുള്ള രാത്രിയിൽ വഴിതെറ്റിപ്പോയ ചിലതിനോട് आंधी तूफान से भरा हुआ रात में ഇന്ന് പകൽക്കാലം भटके हुए പരിശുദ്ധാത്മ कुछ പറയുക, लोगों से पवित्र आत्मा look, कहता your है, shepherd is walking towards you. देखो आपका चरवाहा आपकी ओर आ ഒരു रहा है। കയ്യിലൊരു ലാൻറ്റേൺ ഒക്കെ പിടിച്ചുകൊണ്ട്, हाथ में एक दीवट को पकड़कर ലാൻറ്റേൺ ഒക്കെ പിടിച്ചുകൊണ്ട് एक दीवट ഒരു ഇടയൻ पकड़कर ഇറങ്ങി വരികയാ. एक चरवाहा उतर आता है। ചിലതിനെ ഗ്യാദർ ചെയ്യാൻ, कुछ लोग को इकट्ठा कराने के ചിലതിനെ लिए, വഴികാട്ടുവാൻ. कुछ लोग को रास्ता दिखाने के लिए। പറഞ്ഞിട്ട് കർത്താവ് എനിക്ക് कहे നിന്റെ സഹായം परमेश्वर, ആവശ്യമാണ്. मुझे तेरी मदद की जरूरत है। ഓ എനിക്ക് ദിശ അറിയത്തില്ല, मैं नहीं जानता എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. क्या करना है, मैं नहीं എന്റെ जानता। ജീവിതം വലിയ ഖയോസിലാണ്. मेरा जीवन में कायोस भरा എനിക്ക് हुआ है। അറിയത്തില്ല എന്താ ചെയ്യേണ്ടത്. मैं नहीं जानता कि എനിക്ക് क्या വഴി करना കാട്ടണം. है। मुझे रास्ता दिखा कर देना। അറിയാമോ, क्या आप जानते हो രാത്രി അവൻ കടലിന്മേൽ നടന്നു. रात को वो समुद्र के ऊपर Can you चला। see? क्या आप देख पा रहे Someone हो is walking towards you. आपके करीब चल कर आ रहा Can you है। see? क्या आप देख पा Your रहे shepherd हो is walking towards you. आपका चरवाहा Oh, can you आपके see? करीब चल कर आ रहा है। Shekelalatul pamshelkamana. Shekelamashakana. Your shepherd is walking towards you. आपका चरवाहा आपके पास आ रहा है। തിരമാലകളുടെ മേൽ കാല് വെച്ച്, തിരമാലകളുടെ മേൽ കാല് വെച്ച് लहरों के ऊपर अपने पैर को അതിനെ रखकर ചവിട്ടി ഒതുക്കി उसको पैर में रख കാറ്റും കോളുമുള്ള രാത്രിയിൽ आंधी तूफान का बीच में उस रात को देखो कोई आप
आपकी ओर आ रहे। हालेलुया। हालेलुया। നിനക്ക് കാണാൻ പറ്റുമോ? क्या आप देख पा रहे हो? നിനക്ക് കാണാൻ പറ്റുമോ? क्या आप देख पा रहे हो? അൽപ ലാമ ശഖന രാംതന शदुना അവട്ടെ കാണുമ്പോൾ അവട്ടെ കാണുമ്പോൾ उस उजियारे യേശു में നിന്റെ അടുക്കലേക്ക് വരുമ്പോൾ यीशु जब आपके करीब ഇടയൻ आएगा, നിന്റെ അടുക്കലേക്ക് വരുമ്പോൾ चरवाहा जब आपके पास आएगा, ആട് പേടിച്ചോടല്ലേ കേട്ടോ. भेड़ डर कर भागना मत। ആടിനിപ്പോ എന്തോ കണ്ടാലും പേടിയാ. भेड़ बकरी अभी कुछ भी देखे तो डर ഈ रहा നമ്മുടെ है। നാട്ടിൽ പറയും പച്ചവെള്ളം हमारे गांव में कैसा मलयालम में कहते हैं, വീണ പൂച്ച പച്ചവെള്ളം കണ്ട. ഇപ്പം പെന്തക്കോസ്തുകാരുടെ അവസ്ഥ അതാ കേട്ടോ. अभी पेंतकोस्त की अवस्था ऐसी है, പണ്ടേതോ ഒരു ഇടയൻ കൊണ്ടുവന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടത് കൊണ്ട് ഒരു ഇടയനെ വിശ്വാസമില്ല. कुछ जमाने पहले गर्म पानी में एक चरवाहे ने उसको പ്രശ്നങ്ങളുടെ നടുവിൽ ले गया। मतलब अभी തമ്പുരാൻ ഇറങ്ങി വന്നാലും പറയും कोई भी चरवाहे पर भरोसा नहीं "ഓ, करता है। സൂക്ഷിച്ചേ ഇടപെടാവുള്ളൂ കേട്ടോ." अगर परमेश्वर खुद भी उतर യവന്മാരെ ഒന്നും जाए വിശ്വസിക്കാനൊക്കത്തില്ല കേട്ടോ. तभी भी उस पर भरोसा नहीं कर പത്രോസ് पाएंगे। ആൻഡ്രൂസിനോട് പറയാ ഭൂതമാ വരുന്നതെന്ന്. पत्रोस ने एंड्रो से कहा कि भूत യേശു आ നിന്റെ रहा है। അടുക്കലേക്ക് നടക്കുമ്പോൾ यीशु जब तेरे करीब चल कर आता है, ഇടയൻ നിന്റെ അടുക്കലേക്ക് നടക്കുമ്പോൾ जब चरवाहा तेरे पास आता है, ആട് ഇടയനിൽ നിന്ന് ഓടണ്ട. तो भेड़ उस चरवाहे से दूर मत भागना। നിങ്ങൾക്ക് പാസ്റ്റർമാരിൽ നിന്ന് ഓടിപ്പോകാം. आप पास्टर से भाग सकते You हो, can run away from pastors. आप पास्टर से भाग But do सकते not हो, run away from Jesus, your shepherd. लेकिन आपका चरवाहा जो आपका यीशु मसीह है उससे दूर नहीं भागना। रिखबरवा शत्रुना, Shekana Ramshal Kamana. रिखबरवा Terke Lava Shekana Ramdane. रिखबरवा शदरे खबरवा। ഈ കാലത്ത് പാസ്റ്റർമാരെ ആളുകൾക്ക് പേടിയാ. इस जमाने में लोग पास्टर लोगों से डरते അവരിൽ हैं, നിന്ന് കിട്ടിയ അനുഭവങ്ങൾ കൊണ്ടാ. क्योंकि उनके मिला हुआ कुछ अनुभवों की वजह ഒരു से। പാസ്റ്ററും നിങ്ങളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകത്തില്ല. कोई पास्टर आपको स्वर्ग नहीं लेके जाएगा, പക്ഷേ യേശുവിന്റെ കരം പിടിച്ചോ. लेकिन यीशु के हाथ को थाम അവൻ लो, നിങ്ങളെ കൈവിടുകയില്ല. वो आपको छोड़ेगा नहीं। അവൻ നല്ല ഇടയനാ वो കേട്ടോ. अच्छा चरवाहा There is है, only one good shepherd. एक ही अच्छा That चरवाहा is है, Jesus वो Christ. हमारा यीशु There is मसीह only है। one shepherd. एक ही अच्छा चरवाहा God है, is Jesus Christ. वो हमारा यीशु मसीह है। Today morning Jesus is walking towards you. अभी इस वक्त आपके करीब यीशु യേശു चल कर നിങ്ങളുടെ आ അടുക്കലേക്ക് रहा है, വരികയാ. यीशु आपके पास आ रहा है। അലഞ്ഞ് വട്ടം കറങ്ങി നിൽക്കുന്ന സിറ്റുവേഷൻ. भटके हुए उस परिस्थिति में അടുത്ത വാക്യം പറഞ്ഞു. अगली आयत कहा, അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. वो ऐसे नगर पर जहाँ पर बसने पाए हाँ, वैसे केटो, नगर तक उन्हें ठीक पार्पान मार्ग पर तक का चलाया। पट्टनम। बसने जैसा नगर എന്ന് പറഞ്ഞാൽ मतलब നീ പാർക്കേണ്ടത് എവിടെയാണോ आपको जहाँ पर അവിടെ बसना എന്തൊക്കെ है ഫെസിലിറ്റി വേണമോ वहाँ पर क्या क्या आपको അതെല്ലാം उपलब्ध चाहिए, ഉള്ളിടത്തേക്ക് वहाँ पर आपको നിന്നെ पहुँचाने के लिए, കൊണ്ടാക്കുന്ന ഒരു കർത്താവ്. आपको वहाँ पर पहुँचाने എല്ലാവരും वाला വിളിച്ചു പറഞ്ഞാട്ടെ परमेश्वर। ഇന്നത്തെ സിറ്റുവേഷൻ മാറുമെന്ന്. सब चिल्ला कर कहे कि आज की ഇന്നത്തെ परिस्थिति അലഞ്ഞ് തിരിഞ്ഞ് बदलेगी, നടക്കുന്ന അവസ്ഥ മാറുമെന്ന്. आज का भटका हुआ अवस्था बदलेगी। ഹല്ലേലൂയ. हालेलुया। പാർക്കാൻ തക്ക പട്ടണം ഉണ്ടോ? क्या बसने जैसा नगर ഈ है? ലോകത്തിൽ ഒരിടത്തും പാർക്കാൻ തക്ക പട്ടണം ഇല്ല കേട്ടോ. इस दुनिया में किधर भी പക്ഷേ बसने जैसा ദൈവ नगर नहीं പൈതലിന് है, വേണ്ടി लेकिन परमेश्वर के बच्चों के लिए കർത്താവ് എന്ത് ചെയ്യുന്നറിയോ? परमेश्वर क्या करता ഞാൻ है, പറഞ്ഞു തരാം. मैं बताता ആ हूँ। സങ്കീർത്തനത്തിന് അവസാനം പറയുന്നത് അങ്ങ് ചെയ്യും. उस भजन संगीत के आखिरी में എന്താ क्या ചെയ്യും? कहा है, क्या कहा है? അവൻ ആദ്യം वो ഈ पहले ഉഴന്നു നടക്കുന്ന മരുഭൂമിയെ इस भटक करने वाली भटकने जल वाली तड़ागा मरुभूमि को जल का ताट बना देता Can है। you see? Can you imagine what is happening क्या आप around you? संकल्प कर सकते हो, You कल्पना are कर going through a wilderness kind of situation. आप मरुभूमि जैसे अवस्था But से God गुजर is going रहे to हो, change your wilderness. लेकिन परमेश्वर आपकी ഈ मरुभूमि को, മരുഭൂമി കൂടെ ഉഴന്നു നടക്കുക. आप मरुभूमि में चल रहे हो, ദൈവമക്കളെ വട്ടം ചവിട്ടുക നീ. आप अब यहाँ നീ पर घूम ധൈര്യമായിട്ട് रहे ചവിട്ടി हो, നടന്നോ. आप हिम्मत के ഈ साथ आगे വട്ടം बढ़ो। ചവിട്ടിയ നിലത്തെ ദൈവം മാറ്റാൻ പോകുകയാ. आमीन, हालेलुया, हालेलुया। നീ ഉഴന്നു നടന്ന മരുഭൂമിയെ, आप നീ जहाँ पर ക്ലേശിച്ച भटके हुए, നിലത്തെ आप जिस देश में आप भटके थे, നീ വട്ടം ചവിട്ടിയ आप जिधर भटके പിശാച് थे, നിന്നെ വട്ടം ചുറ്റിച്ച शैतान ने आपको ശകന जहाँ റംതന घुमा दिया അവിടെ था, നീരുറവകൾ ഉണ്ടാകാൻ പോകുകയാ. उस देश में നിന്റെ सोना आने കണ്ണുനീര് वाली വീണെടുത്ത് है। तेरे आंसू जहाँ നിന്റെ पर गिरा കണ്ണുനീര് था, വീണെടുത്ത് तेरे आंसू जहाँ पर അത്ഭുതം गिरा സംഭവിക്കാൻ था, പോകുകയാ. वहाँ पर अद्भुत होने वाली നീ है। കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവനെങ്കിൽ तू परमेश्वर से ദൈവ आशीषित പൈതലെ है तो, നിന്റെ കണ്ണുനീര് വീണെടുത്ത് हे परमेश्वर के संतानों, ഒക്കെ ലാമ जहाँ पर आपका ശകന आंसू गिरा था, അത്ഭുതം സംഭവിക്കാൻ പോകുകയാ. वहाँ पर आश्चर्य कर्म होने वाला
ചിലയിടത്തൊക്കെ നമ്മുടെ കണ്ണുനീര് रिखाबाना വീഴണം കേട്ടോ. वराबा शतुना ചിലയിടത്തൊക്കെ നമ്മുടെ കണ്ണുനീര് വീഴണം. कुछ कुछ जगह पर हमारे आंसू गिरना है എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് मुझे ऐसा ചില लगता है വിഷയത്തിന് നന്നായിട്ട് പ്രാർത്ഥിക്കുമ്പോ कुछ विषय के लिए जब अच्छे से രണ്ട് प्रार्थना കണ്ണുനീര് അങ്ങോട്ടൊക്കെ ഇടാൻ दो ഹല്ലേലൂയ. बूंद आंसू वहां पर डाल നിന്റെ दे കണ്ണുനീരൊന്നും വെറുതെ പോകത്തില്ല. आपके आंसू व्यर्थ नहीं है കണ്ണുനീർ താഴ്വര आंसू की तरह ही ഇന്നൊഴുകിയത് കണ്ണുനീരിന്റെ നദിയായിരിക്കാം. आमेन आज जो बहाया वो आंसू की അത് नदी होगा ജലാശയമായി മാറാൻ പോകുകയാ. वो जल का तट बनने അത് वाला है ജലാശയമായി മാറാൻ वो जल പോകുകയാ. की तट बनने वाली നീ है നടക്കുന്ന മരുഭൂമിയെ आप जिस चल रहे ജലാശയമാക്കി हैं മാറ്റി जलाशय बनाकर അവിടെ ജലമുണ്ടായാൽ वहां पर जल बन അവിടെ गया പച്ചപ്പുണ്ടാകും. वहां हरियाली അവിടെ आएगी പച്ചപ്പുണ്ടായാൽ हरियाली आया അവിടെ तो മുന്തിരിത്തോട്ടമുണ്ടാകും. दाख की बारी അവിടെ आएगी। മുന്തിരിത്തോട്ടമുണ്ടായാൽ दाख की बारी അത് आएगी നിനക്ക് तो പാർക്കാൻ തക്ക പട്ടണമായി മാറുമെന്ന് ശെഖന. वो तेरे लिए रहने जैसा ഹൽക്കനെ. स्थान बन जाएगा ശെഖനെ, രാംധനെ, रिखाबाना ദൈവ പൈതലേ, परमेश्वर के പാർക്കാൻ संतानों തക്ക പട്ടണം रहने जैसा बसने നീ जैसा ഉഴന്നു नगर। നടക്കുന്നിടത്ത്, आप जहाँ पर ലക്ഷ്യബോധമില്ലാത്തിടത്ത്, जहाँ पर आप लक्ष्यहीन हैं, കർത്താവ് കൂടെയുണ്ടോ? परमेश्वर आपके ഇടയൻ साथ ഇറങ്ങി है വന്നിട്ടുണ്ടോ? तो चरवाहा उतर He आया is है going to तो change the landscape of your life. My God. My God. आपका लैंडस्केप को परमेश्वर बदलेगा I said something. I said something. मैंने कुछ कहा He is going to change the landscape of your life. Hallelujah. आपके Alma, जीवन lama, का shakana. लैंडस्केप को बदल My देगा God, I said something. मैंने कुछ कहा I see मैं देखता हूँ something is happening in our wilderness. हमारे मरुस्थल में कुछ हो रही है I see मैं देखता हूँ something is happening in some of your wilderness. आपकी मरुभूमि में कुछ हो God is रही है going to change that landscape. परमेश्वर आपके जीवन के लैंडस्केप को बदल रहा है ഞാൻ ആത്മാവിൽ കാണുകയാ. मैं आत्मा में देखता हूँ ഞാൻ ആത്മാവിൽ കാണുകയാ. यस आमेन मैं आत्मा में देखता ചിലരുടെ हूँ ലാൻഡ്സ്കേപ്പിനെ ദൈവം മാറ്റാൻ പോകുകയാ. किसी के लैंडस्केप को परमेश्वर बदल रहा എന്ന് है പറഞ്ഞാൽ ഭൂപ്രകൃതിയെ മാറ്റാൻ പോകുകയാ. मतलब भूमि की प्रकृति को बदल रहा നെഞ്ചത്ത് है കൈവച്ചിട്ട് പറഞ്ഞാട്ടെ, आप सीने पर ഞാൻ हाथ रख- ഉണങ്ങിയവനല്ല ഇനി, मैं अब से सूखा ഞാൻ नहीं സുക്കായ അല്ല ഇനി, मैं अब से सूखा ഞാൻ नहीं മരുഭൂമി അല്ല ഇനി, मैं अब से मरुभूमि ഇവിടെ नहीं ചില നദികൾ ഒഴുകാൻ പോകുകയാ. यहाँ पर कुछ എന്റെ नदियाँ बहने കണ്ണുനീര് जा रही വീണെടുത്ത്, है जहाँ मेरा आंसू ഞാൻ गिरा ഉഴന്നു था നടന്നെടുത്ത്, जहाँ पर मैं भटक ഞാൻ कर घूम ചവിട്ടി रहा था കുഴച്ചെടുത്ത്, जहाँ पर मैं घूम रहा था ഞാൻ ചവിട്ടി കുഴച്ചെടുത്ത്. जहाँ पर मैंने अपने You know कदम there is रखा। a scripture in Psalms, I think Psalm 78. भजन संगीता 78 में कैसा आयत है Psalm 78 എന്റെ ഓർമ്മ. भजन संगीता അവിടെ ഒരു 78 സ്ക്രിപ്ചർ ഉണ്ട് കേട്ടോ. वहाँ पर एक आयत इस प्रकार से ഇസ്രായേലിനെ है। കുറിച്ചുള്ള സ്ക്രിപ്ചർ ആണ്. इस्राएल के बारे में कहा है ഇസ്രായേൽ ഈ ഇഷ്ടി ഉണ്ടാക്കാൻ വേണ്ടി മണ്ണ് ചവിട്ടി കുഴച്ച ഒരു സ്ഥലമുണ്ട്. इस्राएल ईंट बनाने के लिए मिट्टी पर ऐसा रौंदा हुआ कूदा हुआ एक जगह ആ है സ്ഥലത്തിന്റെ പേര് पैरों से लौंदा हुआ एक जगह है സോവാൻ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. उस जगह का नाम സോവാൻ സോവാൻ सोबान സോവാൻ നിലം എന്ന് പറയും. सोबान भूमि 78 79 വല്ലമായിരിക്കാം. ഹല്ലേലൂയ. അവർ മണ്ണ് ചവിട്ടി കുഴച്ച സോവാൻ നിലത്ത് उन्होंने जहाँ पर मिट्टी അവൻ मिलाया അവരെ उस അത്ഭുതങ്ങൾ കാണിച്ചത്. वहां पर उन्होंने आश्चर्य कर्मों को दिखाया आप जरा कल्पना करें एक झुंड लोग ചവിട്ടുക കേട്ടോ. अभी कूद रहे हैं എന്തിനാ ചവിട്ടുന്നത്? क्यों कूद रहे हैं സന്തോഷത്തോടെ ചവിട്ടുവാന്നോ? പിശാച് ചവിട്ടിക്കുക. शैतान उनसे करवा പുതിയ रहा है വിചാരകന്മാരുടെ ഏതാ വാക്യം? 78:12 അല്ലേ? അവൻ മിസ്രയീം ദേശത്ത് സോവാൻ വയലിൽ വെച്ച്, ഓ മൈ ഗോഡ്, എനിക്ക് തോന്നുന്നു അസാധാരണ ദൈവശക്തി വചനമൊക്കെ പറയുമ്പോൾ എന്റെ മേലൊക്കെ ഇറങ്ങി വരികയാണ്. आमेन ഓ, ഹല്ലേലൂയ, എന്തൊരു വചനമാണ് ഇത്. അവൻ മിസ്രയീം ദേശത്ത് സോവാൻ വയലിൽ വെച്ച്, उस मिस्र देश में सोवान के मैदान में അവരുടെ പിതാക്കന്മാർ കാണുക അത്ഭുതം പ്രവർത്തിച്ചു. उनके बाप दादों के सामने अद्भुत कर्म You किए know what is the background of Sovan? क्या आप जानते हो कि सोवन का That was the place. वो ऐसा जगह है ആ നിലമാണ് वो एक ऐसी जगह है ഇഷ്ടിക ചവിട്ടി കുഴച്ചുണ്ടാക്കിയ നിലം. ഹല്ലേലൂയ. ईंट के बनाने के लिए अपने पैरों के द्वारा चौथुआ कुचला हुआ घटो। अपने पैरों को कुचल चौथुआ रहा है घटो। पैरों से कुचल रहा है കരഞ്ഞോണ്ടാ ചവിട്ടുന്നത്. रोते हुए कुचल रहा है ഫറവോനെ നീ കേട്ടോ? हे फरोन तू എന്റെ सुन ले കുഞ്ഞുങ്ങൾ ചവിട്ടി കുഴയ്ക്കുന്ന ഇഷ്ടികക്കകത്ത് लिखाबाना वरबा शतुना मेरे बच्चे जो पैर में कुचल അവരുടെ कर കണ്ണുനീര് बनाने वाला പൊടിഞ്ഞു ईंट में വീണിട്ടുണ്ട്. उनके आंसू हाँ। गिरा है എന്റെ കുഞ്ഞുങ്ങൾ ചവിട്ടി കുഴച്ച നിലത്ത് मेरे बच्चे ने हालेलुया അവരുടെ വിശർപ്പിന്റെ ഉപ്പ് വീണിട്ടുണ്ട്. ईंट में उनका पसीना बहाया है
ആ നിലം, वो जमीन, ആ നിലം वो जमीन അവരുടെ അത്ഭുതങ്ങൾ വെളിപ്പെടുന്ന നിലമാക്കി ഞാൻ മാറ്റുമെന്ന്. वो जमीन उनके आश्चर्य कर्मों में बदल ഓ, दूंगा. നീ ഉഴന്നു നടന്ന നിലമുണ്ടല്ലോ, आप जहाँ पर भटक कर चल रहे थे നീ जमीन വട്ടം है, കറങ്ങിയ സ്ഥലമുണ്ടല്ലോ, आपको जहाँ पर നീ घुमाया था उस ലക്ഷ്യമില്ലാതെ जमीन पर, കറങ്ങിയ സ്ഥലമുണ്ടല്ലോ, आप लक्ष्यहीन होकर घूम रहे പിശാച് थे നിന്റെ उस കണ്ണ് जमीन കെട്ടിയിട്ട് पर. शैतान ने आपकी आंखों को जो നിന്നെ बांध കൊണ്ട് दिया था, വട്ടം കറക്കിയ तुझे സ്ഥലമുണ്ടല്ലോ, जो घुमा दिया था उस जगह ദൈവ पर, പൈതലേ, हे परमेश्वर के संतानों, നീ അനുഗ്രഹിക്കപ്പെട്ടവനാണെങ്കിൽ आप यदि आशीषित है तो ഒരു ഇടയൻ ഇറങ്ങി വരാൻ പോകുകയാ. एक चरवाहा उतर आ चुका है. അവൻ കടലിന്മേൽ നടക്കുന്നവനാ, वो समुद्रों के ऊपर അവൻ चलने वाला കാറ്റിനെയും है. കോളിനെയും ശാന്തമാക്കുന്നവനാ. वो आंधी तूफान को भी शांत करवाने ഒരു वाला है. ലക്ഷണവും കാണാനില്ല വിടുതലിന്റെ. एक लक्षण भी नहीं दिख रही है अभी छुटकारे का. കരയടുത്തോ എന്നറിയാൻ ഒരു മാർഗവുമില്ല, किनारा पहुंचा कि नहीं ദിശ അറിയാൻ ഒരു മാർഗവുമില്ല, ദിശ അറിയാൻ ഒരു മാർഗവുമില്ല. दिशा समझ नहीं But पा someone रहा is है. walking towards you. लेकिन कुछ परमेश्वर आपके करीब His चल कर रहा name है. is Morning Star. उसका नाम है ओ भोर His का name is तारा. Morning Star. उसका नाम है भोर का Oh. तारा. ധ്രുവ നക്ഷത്രങ്ങൾ മറഞ്ഞു പോകുമെന്ന്, भोर का तारा വടക്കു നോക്കി യന്ത്രങ്ങൾ വർക്ക് ചെയ്യാതിരിക്കുമെന്ന്, पूरा पश्चिम को देखकर भी इंस्ट्रूमेंट्स काम नहीं करेगी. നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും മറഞ്ഞു പോകുമെന്ന്, जो नक्षत्र तारे वो छिप പക്ഷെ जाएंगे. തിരകളുടെ മുകളിൽ കൂടെ നടന്നു വരുന്ന ആമേൻ. ഹല്ലേലൂയ നീതി സൂര്യനെ, തിരകളുടെ മുകളിലൂടെ നടന്നു വരുന്ന ഉദയ നക്ഷത്രത്തെ മറക്കാൻ ഒരു ക്ലൗഡിന് കഴിയത്തില്ല. लेकिन पानी के ऊपर से चलकर रहने वाला उस My धार्मिकता God. की सूरज को I कोई said भी something. रोक नहीं सकता. I said something. मैंने कुछ कहा. He is walking towards you. वो आपकी ओर चलकर Your आ रहा shepherd. है. आपका चरवाहा Who is having the name Morning Star. जिसका नाम है भोर का तारा, He is walking towards you. वो आपकी ओर चलकर आ रहा है. വചനം എന്താ പറയുന്നത് അറിയാം? वचन क्या कहता है? അവനെ അവർ പടകിൽ കയറ്റിയപ്പോൾ തന്നെ उसको जब उन्होंने नाव पर ले लिया, പ്രഭാതമായെന്ന്. सुबह हो गया. അതിനകത്തൊരു മർമ്മം आमेन, കിടപ്പുണ്ട് കേട്ടോ. हालेलुया. उसके अंदर एक എന്ന് रहस्य പറഞ്ഞാൽ है. കാറ്റും കോളുമുള്ള രാത്രിയിൽ आंधी तूफान से भरी हुई रात, ഇടയൻ നിന്റെ പടകിൽ കയറിയ चरवाहा तेरे नाव पर यदि आ जाए, സിറ്റുവേഷൻ ടപ്പെന്ന് പറഞ്ഞ് മാറാൻ പോകും. परिस्थिति तुरंत ही बदल जाएगी. क्या आप काल्पनिक कर सकते हो? ഡ്രാമാറ്റിക് ചേഞ്ച് അല്ലേ? क्या ही चेंज है, എന്തൊരു ഡ്രാമാറ്റിക് क्या ചേഞ്ച് बड़ी അല്ലേ? चेंज है. വചനം പറഞ്ഞത് there is the ഹല്ലേലൂയ കിനാര അല്ലേ? കിനാര वचन में ऐसा लिखा है തീരത്തണഞ്ഞെന്ന്. कि वो Is किनारे it just a पहुंच गए. dramatic change? क्या ये एक बड़ी चेंज है? हालेलुया. ആണോ? क्या एक बड़ी बदलाव है? യേശുവിന്റെ ജീവിതത്തിൽ നീ ഒന്ന് വരണം. कहे कि यीशु तो मेरे जीवन में आ जा. കരങ്ങളെ ശക്തമായി അടിച്ച്. हाथ ताली बजा. ഓ സമാധാനമില്ല, സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു. ചേർന്ന് പാടി സ്തുതിക്കാം. സമാധാനമായി എന്റെ അരികിൽ വന്നു. ഓ സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു. യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി തൻ ഭുജബലത്താൽ എന്നെ നടത്തും അവൻ. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി തൻ ഭുജബലത്താൽ എന്നെ നടത്തും അവൻ. യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലേക്ക് ആശ്രയം. ശക്തമായി ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം. എനിക്കത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം. ആനന്ദം. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തന്റെ ജീവൻ അർപ്പിച്ചു. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തന്റെ ജീവൻ അർപ്പിച്ചു. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലവൻ, 10,000 അതിശ്രേഷ്ഠനവൻ. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലവൻ, 10,000 അതിശ്രേഷ്ഠനവൻ. യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലേക്ക് ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. നല്ലിടയനായ യേശുനാഥൻ നിരന്തരമായി വഴി നടത്തിയിടുന്നു.
ശാസിച്ചും അവൻ എന്നെ ശിക്ഷിച്ചും കീഴിൽ എന്നെ നിത്യം നടത്തും അവൻ എന്നെ ശാസിച്ചും അവൻ എന്നെ ശിക്ഷിച്ചും തൻ കോഴിക്ക് എന്നെ നിത്യം നടത്തും യേശുവിൻ നാമം എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലേക്ക് ആശ്രയമേ ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം ഹല്ലേലൂയ. ഇത് പാടുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് जब ये गाता तो मुझे याद പഴയ आता है ഹാർമോണിയം ഒക്കെ വായിച്ച് പാടുന്ന ഒരു ഫീല് ഡു യു ഹാവ് ദാറ്റ് ഹാർമോണിയം ദാറ്റ് തിങ് ഹല്ലേലൂയ पुराने जमाने में जो हारमोनियम അറിയാം പഴയ അപ്പച്ചന്മാർ बजाकर इस गीत को गाया करते थे പാടത്തില്ല ഹാർമോണിയത്തില് ഹല്ലേലൂയ हालेलुया താങ്ക് യു प्रेज गॉड താങ്ക് യു ജീസസ് സന്തോഷമായിട്ട് പാടണ്ടേ क्या हम खुशी के साथ गाएंगे സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു അവൻ എന്നെ അണച്ചു അവൻ എന്നെ താങ്ങി തൻ ഭുജബലത്ത എന്നെ നടത്തും അവൻ എന്നെ അണച്ചു അവൻ എന്നെ താങ്ങി തൻ ഭുജബലത്ത എന്നെ നടത്തും അവൻ യേശുവിൻ നാമം എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലേക്ക് ആശ്രയമേ ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം യേശുവിൻ നാമം എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലേക്ക് ആശ്രയമേ യേശുവിൻ നാമം എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലേക്ക് ആശ്രയമേ ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം 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 ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ പോകുന്നു. हम प्रार्थना करने जा रहे हैं ഷൈൻ ബ്രദർ can you come forward and help us in prayer? ഷൈൻ ബ്രദർ വന്നിട്ട് പ്രാർത്ഥിക്കാൻ പോകുക. ഹല്ലേലൂയ. You are going to lead in prayer. Come. ഹല്ലേലൂയ. हालेलुया थैंक यू फादर സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു शांति के बिना मैं भटक रहा था വട്ടം കറങ്ങുകയായിരുന്നു मैं घूम रहा था ഉഴന്നു നടക്കുകയായിരുന്നു मैं वहां पर भटक പക്ഷെ रहा था ഞാൻ ചവിട്ടി നടന്ന നിലത്തെ लेकिन जहां पर मैंने पैर എന്റെ रख कर മുന്തിരിത്തോട്ടമാക്കി चला മാറ്റിയെന്ന് है, वो मेरे दाग की बारी बना दिया ചില അഭിഷക്തന്മാർ പറഞ്ഞാട്ടെ कुछ अभिषिक्त लोग कहे കേൾക്കുന്ന ചില ശുശ്രൂഷകന്മാർ ये പറഞ്ഞാട്ടെ सुनने वाले कुछ सेवक ഞാൻ लोग ചവിട്ടി कहे നടന്ന് കണ്ണുനീര് വീണ നീലം എനിക്ക് ദൈവം മുന്തിരിത്തോട്ടം പണിയാൻ പോകുകയാണ് जो मैंने चल कर आंसू Hallelujah. बहाया है वो जमीन അത് परमेश्वर ജലാശയമാകാൻ मेरे പോകുക लिए बाग അത് ताक की അത്ഭുതമാകാൻ बारी- പോകുക वो अद्भुत ഈ बनने जा रहा പ്രോഫസി है എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയണം ये प्रोफेसी में एक एक लोग से അഭിഷക്തന്മാരെ कहना നിങ്ങൾ चाहता हूं। ചവിട്ടി നടന്ന സ്ഥലമുണ്ടല്ലോ अभिषेक आप लोग जहां അതൊന്നും जहां पर waste कदम ആയി रख के പോകത്തില്ല. चला, वो व्यर्थ नहीं ആ है സോവാൻ വയൽ നിന്റെ അത്ഭുതത്തിന്റെ വയലായി സ്വർഗം മാറ്റാൻ പോകുക वो सोवन का खेत आपका अद्भुत യേശുവിൻ खेत നാമത്തിൽ बन കരങ്ങളെ जाएगा। ശക്തമായി അടിച്ച് हाथ ताली बजाकर ഒന്നിച്ചു പ്രാർത്ഥിക്കാം. एक साथ प्रार्थना ഷൈൻ करेंगे ബ്രദർ ഹല്ലേലൂയ ശകലാല തുൽപം
Shoho braha sehele breha sandele brekraha stostoro. Shambrandele brakros tebelia saria lo romo sandi. Asheli husa braha sandala. Shebele husi prahandala grastoro. Ille brihundeli krastala mrahi sukruti. Illi krustala vamde bekiria la mostala va. Asi brahasa lo romo hosha yaraka. Olista prahandele mraha kuria letala barakata. Yarusete le rabahase anda. Ola marata le I see a small seed and it's breaking forth, and the things inside, like from a vine, like the grape comes out, those things inside, they're coming out. Hallelujah. Like our pastor was saying, like he was prophesying today, those things that have made us go around and round in circles, situations, the winds, the storms, the challenges that have made us stuck, that fruit couldn't come out, that glory couldn't come out, that next step couldn't come out. But today, ഒരു നല്ല ഇടയൻ നമ്മുടെ അരികിൽ വന്നു, നമ്മുടെ കരങ്ങളെ തൊടുന്നു. ആ നല്ലത്, നല്ല ഫലം കായ്ക്കും. നമ്മുടെ ജീവിതം ഇനിയും സ്റ്റക്കാകത്തില്ല. ഇന്ന് തൊട്ട് നമ്മുടെ ദൈവദാസൻ പ്രവചിച്ച പോലെ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ കരം പിടിച്ച് പുറത്ത് കൊണ്ടുവരുന്ന ചൂടുകൾ ചവിട്ടി മതിലുകൾ കയറി മലകളുടെ മേൽ നമ്മളെ നിർത്തുന്ന കർത്താവ് നമ്മുടെ കാര്യങ്ങളെ പിടിച്ചു നമ്മളെ നടത്തുന്നു. ഓ നല്ല ഫലം കായ്ച്ച് നമ്മുടെ യേശു തൃപ്തിയാകുവോളം നമ്മൾ ഫലം കായ്ക്കും. ഓ അലമശയൂറ ഓ സബ്രിഹ ശസ്തല ബ്രഹയറൂറ എസ്തഫ്രഹ ശസ്തല. Oh hallelujah. You know, there are some wild plants. They bring some plants from other countries, and when it comes to your local nation, that plant, because it doesn't have natural predators, it doesn't have natural things to destroy it, it overtakes the plants of that locality. And in years and years later, you only see that plant everywhere. Hallelujah. Like that, heaven has put something in us that he has planted in this Mira Road that's going to overtake what we have seen locally. Hallelujah. Something is going to attract people from near and far, because ചൂടുകള് യഹോവ നമ്മളിൽ കൂടി വെക്കുക. വ്യത്യസ്തമായത് ഹല്ലേലൂയ നമ്മൾ കായ്ക്കുക. That's going to take over in the name of Jesus Christ. Thank you, Father. Hallelujah. Lord, thank you for answering our prayer. We submit and surrender. We submit each and everyone who is attending this meeting, Lord. അറ്റൻഡ് ഓരോ ദൈവമക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വൻ കാര്യങ്ങളെ ചെയ്യാൻ പോകുന്നുണ്ട്. സ്തോത്രം. ഈ ബലത്തോടെ ഞങ്ങളെ അയച്ചാട്ട് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആശീർവാദ പ്രാർത്ഥനയ്ക്കായി കരങ്ങളെ ദൈവസന്നിധിയിൽ ആശീർവാദ പ്രാർത്ഥനയ്ക്ക് लिए हाथों को बढ़ाइए. ഞാൻ നിന്നെ നോക്കുന്നു, അൻപേ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അപ്പാ ഞാൻ നിന്നെ നോക്കുന്നു, അൻപേ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അപ്പനും നീയേ, അമ്മയും നീയേ, അപ്പനും നീയേ, അമ്മയും നീയേ. ഞാൻ നിന്റെ കുഞ്ഞാണല്ലോ. അപ്പാ ഞാൻ നിന്നെ നോക്കുന്നു. May the love of Heavenly Father, grace of our Lord and Savior Jesus Christ, and sweet companion of Holy Spirit be upon us from today and forever. Amen. അർപ്പിക്കപ്പെട്ട ദൈവജ്ഞാനന്റെ മഹത്വം. Hallelujah. ദൈവം എല്ലാവരും സഹായിക്കട്ടെ. പ്രഭു आप सबको आशीषित करेगा. God bless you all. Hallelujah.